നമസ്കാരം. പറഞ്ഞതുപോലെ CA കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് പേപ്പറിന്റെ കമ്പനി ലോ പോർഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള പോർഷൻസിന്റെ ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചാർജ് ചാപ്റ്റർ എടുത്തു, പിന്നെ PAS എന്താണ് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എടുത്തു. പിന്നെ വന്നൊരു ആവശ്യമാണ് ഈ ചാപ്റ്റർ, അതായത് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് SED എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ SED എന്ന് പറയുന്ന ചാപ്റ്ററും ഒരു ക്വിക്ക് റിവിഷൻ മോഡിലാണ്. ഒരു പക്ഷേ ക്വിക്ക് റിവിഷൻ മോഡിൽ എടുക്കുന്ന അവസാനത്തെ ചാപ്റ്റർ ആയിരിക്കും. കാരണം ഒത്തിരി കാര്യങ്ങൾ കണ്ടന്റ് CA ഇട്ടിട്ടുണ്ട്. മറ്റുള്ള എന്താ പറയാ ഏരിയാസിന്റെ ഓവർവ്യൂവും സ്റ്റഡി പ്ലാനും ഓൾറെഡി തന്നെ വീഡിയോസ് ഉണ്ട്. സോ ബേസിക്കലി ഒരു മലയാളത്തിൽ ഉള്ള ലെക്ചറാണ്. കാരണം കേരളത്തിലുള്ള കുട്ടികൾക്ക് കൺസെപ്ച്വൽ ആയിട്ട് കുറച്ചൊരു ക്ലാരിറ്റി വരട്ടെ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മലയാളം അറിയാവുന്നവർക്കാണ് ഈ ലക്ഷ്യം. മറ്റുള്ള ഭാഷയിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഓൾറെഡി യൂട്യൂബിലും മറ്റുള്ള മീഡിയസിലും അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മോഡൽ എന്താ പറയുക സെലക്ട് ചെയ്തത്. ഇന്നിപ്പോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ SED ആണ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ്. നിങ്ങളുടെ ഈ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിലെ കമ്പാരിറ്റീവ്ലി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒത്തിരി കുട്ടികൾക്ക് അതൊരു എന്താ പറയാ ഭാരം, ഒത്തിരി കൺസെപ്ച്വൽ ആയിട്ട് കുറച്ച് ഇൻപുട്സ് കിട്ടുമെന്ന് പറഞ്ഞു. തൊട്ട് മുമ്പ് എടുത്ത വീഡിയോ PAS, അതായത് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്, നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ വിളിച്ചു, കുറെ നല്ല എന്താ പറയാ റിവ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷം. ഇതും എന്താ പറയാ നമുക്കൊരു യൂസ്ഫുൾ ആയിരിക്കും. ഇന്നിപ്പോ CMA ഒക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ CS-ന്റെ എല്ലാം CA-യുടെ ഒക്കെ എക്സാം പഠിക്കുന്ന സീസണാണ് എല്ലാ കുട്ടികളും. ഇതിപ്പോ CS എക്സാം മാറ്റി വെച്ചു എന്നൊരു ന്യൂസ് വന്നു. വീണ്ടും ജൂലൈയിൽ നിന്ന് മാറ്റി ഓഗസ്റ്റിലോട്ട് മാറ്റി എന്ന് പറഞ്ഞു ന്യൂസ് വന്നിട്ടുണ്ട് കുറച്ചു മുമ്പ്. അപ്പൊ മറ്റുള്ള കോഴ്സുകളെ കുറിച്ച് അറിയത്തില്ല, ഒഫീഷ്യലി അറിയത്തില്ല. അപ്പൊ ഇതാണ്. അപ്പൊ ഡിയർ സ്റ്റുഡൻസ്, ഇത് ലൈവ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് എന്താ പറയാ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഓഡിയോ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പേടിക്കേണ്ട. ഇതിന്റെ റെക്കോർഡഡ് വെർഷൻ എന്താ പറയാ ഓട്ടോമാറ്റിക് ആയിട്ട് അത് യൂട്യൂബിൽ വരും, കുറച്ച് കഴിഞ്ഞ് ഒരു വൈറ്റോടുകൂടി എത്തും. സോ അതൊരു ബുദ്ധിമുട്ടാകത്തില്ല. അപ്പൊ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് SED എന്ന് പറയുന്ന ചാപ്റ്റർ എങ്ങനെ പഠിക്കണം, അതിലെ മെയിൻ ഏരിയാസ് ഏതൊക്കെയാണ്, അതിലെ കാര്യങ്ങൾ ഓവർ വ്യൂ ആയിട്ട് ക്വിക്ക് റിവിഷൻ മെത്തേഡിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല ചാപ്റ്റേഴ്സും അങ്ങനെയാണ് ചെയ്തത്, ഇതും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഷെയർ ക്യാപിറ്റൽ? ഏതൊരു കമ്പനി, ഏതൊരു സംരംഭം, ഏതൊരു ബിസിനസ് സംരംഭം ചെയ്യണമെന്നുണ്ടെങ്കിലും ബേസിക്കലി വേണ്ടത് മൂലധനമാണ്. വി റിക്വയർ ക്യാപിറ്റൽ, മണി, ഫണ്ട് വേണം, അല്ലെ? പൈസ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യാനായിട്ട്, ഒരു കമ്പനി ഫോമിൽ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂലധനത്തിനെയാണ്, കോർപ്പസിനെയാണ് നമ്മൾ കമ്പനി ലോയിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ 10 കോടി നോക്കി, ഈ 10 crores വെച്ചിട്ടാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങാനും അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ബിസിനസ് വേണ്ടിയുള്ള ക്യാപിറ്റൽ ഒരാളല്ലല്ലോ, അല്ലെ? പലരും നിങ്ങൾക്കറിയാം, ഒരു OPC തുടങ്ങാനായിട്ട് ഒരാൾ വേണം, ഒരു മെമ്പർ വേണം. ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാനായിട്ട് മിനിമം 2 മെമ്പർ വേണം. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങാനായിട്ട് മിനിമം ഈ പറഞ്ഞ എന്താണ് 7 പേര് വേണം. അപ്പോൾ കമ്പനി തുടങ്ങുമ്പോൾ തന്നെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനിയെ തുടങ്ങുന്ന ആൾക്കാർ അവരുടെ മൂലധനം ഇറക്കിക്കൊണ്ടാണ്, അല്ലെ അവരുടെ മൂലധനം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ദേ സ്റ്റാർട്ട് ദ ടോട്ടൽ കമ്പനി ആസ് എ ഹോൾ. സോ ഓരോരുത്തരും ഇഷ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോരുത്തർക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിനെ ഷെയർ ക്യാപിറ്റൽ എന്നും, ടോട്ടലായിട്ടുള്ള ക്യാപിറ്റലിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു 5 പേര് ചേർന്നാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഓരോ വ്യക്തിയും 1 കോടി രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ഇപ്പോൾ 5 കോടി. ഓരോരുത്തരുടെയും ഓരോരോ കോടി, അല്ലെ? ഈച്ച് 1 crore നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. സോ ബേസിക്കലി ഷെയർ ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ദ ടോട്ടൽ ക്യാപിറ്റൽ contributed by each members or each promoters of the company. So ഇതാണ് ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ. പഠിത്തത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ സെക്ഷൻ 43 തൊട്ട് 71 വരെയാണ് പഠിക്കാനുള്ളത്. എത്രയാണ്? സെക്ഷൻ 43 തൊട്ട് 71 വരെയാണ് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. അതിൻ്റെ അകത്ത് ബേസിക്കലി ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നതാണ്, ഫൈനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എനി കമ്പനി, അല്ലെ? ഏത് സംരംഭത്തിന്റെയും ഏത് കൺസെപ്റ്റിന്റെയും ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്
അല്ലെങ്കിൽ എന്താ പറയുക എസൻസ് എന്ന് പറയുന്നത് പൈസയാണ്. അതുപോലെ തന്നെയാണ് the share capital is also regarded as the life blood for running the affairs of the company. Without capital, you can't do any business. You require working capital, you require long-term capital, without which you cannot invest in the fixed assets, you cannot buy plant and machinery, you cannot buy land, you cannot buy raw material, and you cannot even pay the employees of the company, and so on and so forth. It goes like that. സോ അപ്പോൾ ഷെയർ എന്ന് ക്യാപിറ്റൽ എന്ന് പറയുന്ന മൂലധനം ആണ്. അതിൽ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുപേര് ചേർന്ന് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഷെയർ ക്യാപിറ്റലായി ടോട്ടൽ ക്യാപിറ്റലിന്റെ ഫോമിൽ എത്തുന്നു. സോ ഇതാണ് ഷെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഷെയറിനെ കുറിച്ച് ഐഡിയ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു നേരത്തെ സെക്ഷന്റെ റേഞ്ച് പറഞ്ഞു. സെക്ഷൻ 43 മുതൽ 71 വരെയാണ് കമ്പനീസ് ആക്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള SED എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് ഡീൽ ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് ബിലു സാറിന് പറഞ്ഞു തുടങ്ങാനുള്ള കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 2 ക്ലോസ് 84 ഒന്നുകൂടി പറയാം. സെക്ഷൻ 2 ക്ലോസ് 84ലാണ് ഷെയർ എന്ന വാക്ക് ഡിഫൈൻ ചെയ്യുന്നത്. 2 ക്ലോസ് 84 defines the term share as the share in the share capital of the company. കണ്ടില്ലേ, ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ടോട്ടൽ ക്യാപിറ്റൽ ഓരോരുത്തരും മുതൽ മുടക്കിയിരിക്കുന്ന ഷെയറിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. So I'll repeat again. As per section 2 clause 84, share is defined as a share in the share capital of the company and includes stock. ഇതാണ് ഇതിന്റെ കോമൺ ആയിട്ട് സാറിന് പറയുമ്പോൾ മീനിങ് ആൻഡ് ഒഫീഷ്യൽ മീനിങ്. ഇനി ആദ്യം പഠിച്ചു തുടങ്ങേണ്ട ക്വിക്ക് റിവിഷൻ ആകുമ്പോൾ സോ ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ. ഒരുപാട് സമയം നമുക്ക് ബേസിക്സിലോട്ട് ലർക്കേണ്ട ആവശ്യമില്ല. സോ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഡെഫിനിഷൻ ആണ്. 2 ക്ലോസ് 84 ആണ്. തൊട്ടടുത്ത് പഠിക്കേണ്ടത് ഒബ്വിയസ്ലി ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. സെക്ഷൻ 43ലാണ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ കമ്പനീസ് ആക്ട് 2013 ഡീൽ ചെയ്യുന്നത്. ബേസിക്കലി ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ മുതലേ 11th-ലും 12th-ലും ഒക്കെ കേട്ടതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ കമ്പനിയെ സംബന്ധിച്ചോളം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇക്വിറ്റി ക്യാപിറ്റൽ, രണ്ട് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഒന്നൊരു പറയാം, ഷെയർ ക്യാപിറ്റൽ ഇസ് ബ്രോഡ്ലി ഡിവൈഡഡ് ടു കാറ്റഗറി. വൺ ഈസ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് അനദർ വൺ ഈസ് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ആണ്. സാധാ ഷെയർ ഹോൾഡേഴ്സിനാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവർക്ക് സാധാരണ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഇല്ല. അവർക്ക് ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ഉള്ളൂ. ഷെയർ ഹോൾഡർ രീതിയിലുള്ള ബേസിക് വോട്ടിംഗ് റൈറ്റ്സും കാര്യങ്ങളും ഉള്ളൂ. അതുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാൻ കഴിയും. നേരെ മറിച്ച് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചോളം അവർ സാധാരണ ഷെയർ ഹോൾഡേഴ്സ് അല്ല. അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്, അവർക്ക് മുൻതൂക്കമുണ്ട്, അവർക്ക് ദേ ഹാവ് പ്രിഫറൻസ് ഓവർ അതർ ഷെയർ ഹോൾഡേഴ്സ്. ദാറ്റ് ഈസ് വൈ ദ ലോ കോൾഡ് ദം ആസ് എ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ദേ ഹാവ് പ്രിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു 2 തിങ്സ്. ഒന്ന്, ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാനുള്ള പ്രിഫറൻസും. രണ്ട്, കമ്പനി അടച്ചുപൂട്ടുമ്പോൾ, കമ്പനി വൈൻഡിങ്ങിൽ പോകുമ്പോൾ അവരിട്ട മുതൽ മുടക്ക് തിരിച്ചു കൊടുക്കാനുള്ള റീപേയ്മെന്റ് ഓഫ് ദെയർ ക്യാപിറ്റലിനുള്ള പ്രിഫറൻസ്. ഈ രണ്ട് പ്രിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു പ്രിഫറൻസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ പ്രിഫറൻസ് എന്ന് വിളിക്കാൻ കഴിയും. ഈ രണ്ട് പ്രിഫറൻസും ഇല്ലാത്ത സാധാ ഷെയർ ഹോൾഡേഴ്സിനെയാണ് കുട്ടികളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ അതോടുകൂടി ബേസിക്സ് തീർന്നു. അപ്പൊ ഒന്നുകൂടി പറയാം, സെക്ഷൻ 43 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഡീൽ വിത്ത് the categories of the capital we have. As you know, the capital of the company is broadly divided into, or the shareholders of the company, or the types of capital is broadly divided into 2 categories. One is equity capital, who are called as an ordinary capital, and second one is preference capital. Preference capital or preference shareholders have preferential rights over dividend and of course repayment of their capital. That is why they are called as a preference shareholders, right? ഈ പ്രിഫറൻസ് ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ സാധാ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി അറിയാമായിരിക്കും. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ അറിയണം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലും ഇപ്പോ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്താണ്, വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് VR, അടുത്ത് വന്നിട്ട് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് DVR. ഒന്നുകൂടി പറയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലും ഇപ്പൊ 2 തരമുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബേസിക്കലി ഉള്ള റൈറ്റ് നിങ്ങൾക്ക് അറിയാം, വോട്ടിംഗ് റൈറ്റ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബേസിക്കലി ഉള്ളത്. ആ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലും നമ്മൾ കമ്പനി സൈക്കിൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവിംഗ് VR, ദാറ്റ് ഈസ് വോട്ടിംഗ് റൈറ്റ്സ്, ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവിംഗ് എന്താണ്, ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വി ഹാവ് സംതിങ് കോൾഡ് ആസ് എ VR. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചുള്ള 2ാമത്തെ കാറ്റഗറിയാണ് നമ്മൾ എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് DVR, അത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളും കൂടെ 2 ടൈപ്പായിട്ട് നമുക്ക് ഇതിലോട്ട്. സോ ഐ വിൽ ബേസിക്കലി കൺക്ലൂഡ് ദ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അണ്ടർ സെക്ഷൻ 43. ലൈക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ഡിവൈഡഡ് ടു 2 ടൈപ്സ്. ബേസിക്കലി 2 ടൈപ്പാണ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റൽ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, വിത്ത് VR വോട്ടിംഗ് റൈറ്റ്സും, 2 വിത്ത് DVR ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സും.
പ്രിഫറൻസ് ക്യാപിറ്റലിനെ നമ്മൾ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് അവർ നമ്മൾ നിന്ന് വിളിക്കുന്നത് പ്രിഫറൻസ് ക്യാപിറ്റൽ ഹോൾഡർ എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന വഴിയിൽ DVR ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്ത് പോവാം. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് പറയാനുള്ളത്. ചിലരൊക്കെ ചാറ്റിൽ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൻസറും കൂടെ പറഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഈ പറഞ്ഞ പോലെ അതിനുശേഷം അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊന്ന് എന്താ പറയുക, ക്ലാസ് തീർന്നിട്ടോ അല്ലെങ്കിൽ നോക്കിയാലേ പറ്റത്തുള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പോകുന്ന വഴിയിൽ നല്ല ഡൗട്ട്സ് ആണെന്നുണ്ട് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു പോകാം. പക്ഷെ എല്ലാം കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞല്ലോ, ഈ ക്ലാസ് വേറൊരു പർപ്പസിന് വേണ്ടി കൂടി റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു പാറ്റേണിൽ നമുക്ക് പോകേണ്ടി വരും. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു മൂവ് ഓൺ ടു ദ സിലബസ് ആസ് എ ക്വിക്ക് റിവിഷൻ മോഡ്. സോ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. സെക്ഷൻ 2/84 ആണ് ആദ്യം ഡിസ്കസ് ചെയ്ത്. അടുത്ത് പറഞ്ഞത് സെക്ഷൻ 43 ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നിങ്ങൾ എവിടെയാണ് പഠിക്കേണ്ടത് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് ആയിട്ട് ഈ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യമായിട്ട് പഠിക്കണം. സോ പാറ്റേൺ മറക്കരുത്. റിവിഷൻ മെത്തേഡിൽ ആദ്യം മീനിങ് പഠിക്കണം, പിന്നെ ഡെഫിനിഷൻ പഠിക്കണം ഷെയറിന്റെ, പിന്നെ ടൈപ്സ് പഠിക്കണം. അതാണ് നമുക്ക് ഇത്തിരി നേരം ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇനി നിങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് DVR, അതായത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. പൊതുവെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഏതിന് എക്സ്പെക്ട് ചെയ്യാം, DVRന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആക്ടിന് പുറമെ റൂൾസിലും DVRനെ കുറിച്ച്, DVR എന്ന് വെച്ചാൽ എന്താണ്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ച് പ്രത്യേകം പഠിക്കാനുണ്ട്. Rule 4 of Companies Share Capital and Debenture Rules 2014. എന്നൊരു പറയാം, Rule 4 of Companies Share Capital and Debenture Rules 2014 എന്ന് പറയുന്ന റൂളിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ചാണ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ബേസിക്കലി എന്താണ് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്? അതായത് സാധാരണ രീതിയിൽ ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം, ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം, അദ്ദേഹം കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസയ്ക്ക് തുല്യമായിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ് ആണ് കിട്ടുന്നത്. എന്താണ് വോട്ടിംഗ് റൈറ്റ്സ്? ജനറൽ മീറ്റിംഗിൽ AGM-ലോ EGM-ലോ ഒരു ഐറ്റം ഡിസ്കഷനിൽ ഇടുമ്പോൾ, അത് മോഷനായി ഡിസ്കഷനിൽ വെച്ച് റെസൊല്യൂഷൻ പാസ്സാക്കാൻ പോകുമ്പോൾ, തീർമാനം പാസ്സാക്കാൻ പോകുമ്പോൾ ആൾക്കാർ വോട്ടിട്ടാണ് എലക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് വോട്ട് ചെയ്താണ് എലക്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ അമ്പല കമ്മിറ്റികളിലും വീട്ടിലെ റെസിഡൻസ് അസോസിയേഷനിലും ഒക്കെ ഇങ്ങനെയാണ് അല്ലെ, വോട്ടിട്ടാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എലക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വോട്ടിടാൻ പറ്റുന്ന റൈറ്റിനെയാണ് നമ്മൾ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. എനിക്കും ആ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലറേഷൻ, അക്കൗണ്ട്സ് പാസ്സാക്കുക, ഇങ്ങനത്തെ ഏതെങ്കിലും ഐറ്റം വരുമ്പോൾ എന്റെ വോട്ടും കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിൽ, ഒരു കമ്പനിയുടെ തീരുമാനം എടുക്കുന്നതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ അതെന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ വോട്ടിംഗ് റൈറ്റ്സ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഈ മീറ്റിംഗിൽ പോകണം, അല്ലെങ്കിൽ ഈ മീറ്റിംഗ് ആയിരിക്കണം അല്ലെ. അപ്പൊ ചില ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സിൽ വലിയ താല്പര്യമില്ല. അതായത് കമ്പനിയുടെ മാനേജ്മെന്റിലോ കമ്പനിയിൽ പോയി ഡിസ്കസ് ചെയ്യാനോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല, മറിച്ച് എനിക്ക് ഡിവിഡൻഡിൽ മാത്രമേ നോട്ടം. പറഞ്ഞ മനസ്സിലാവും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ഷെയർ ഹോൾഡറിന് കിട്ടുന്ന രണ്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന് വോട്ടിംഗ് റൈറ്റ്സും, രണ്ട് ഡിവിഡൻഡ് കിട്ടുന്ന റൈറ്റും. അപ്പൊ എന്ത് സംഭവിച്ചു? there are many shareholders who are not willing to go for meeting, or they are not interested in the management, and they are not interested to indulge in something called as voting process. അവരെ സംബന്ധിച്ചുള്ള ഡിവിഡൻഡ് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനത്തെ കാറ്റഗറിക്ക് വേണ്ടിയാണ് നമ്മൾ എന്തുകൊണ്ടത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടത്. എന്താണ് ഇപ്പൊ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്? ഒരേ കാറ്റഗറി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എയും ബിയും എടുക്കുക, വേറെ ഒന്നും വിചാരിക്കരുത്. എയും ബിയും, എയെ സംബന്ധിച്ചോളം എനിക്ക് വോട്ടിംഗ് റൈറ്റ്സ് മതി, അതുകൊണ്ട് ഞാൻ സാധാ ഷെയർ ഹോൾഡറിന്റെ പോലെ പോയി വോട്ട് ചെയ്യുന്നു വരുന്നു. പക്ഷെ ബി അങ്ങനെയല്ല, ബിക്ക് വോട്ടിംഗ് റൈറ്റ്സിൽ താല്പര്യമില്ല. ബിക്ക് എന്താണ് ആവശ്യം? ഡിവിഡൻഡ് ആണ് കൂടുതൽ ആവശ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സ് കുറച്ചിട്ട് അവന് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കും. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. ഒരേ കാറ്റഗറി ഓഫ് ഷെയർ ഹോൾഡേഴ്സിൽ പോലും പല രീതിയിൽ വോട്ട് ചെയ്യാൻ പറ്റുന്ന, പല പ്രൊപ്പോർഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ DVR എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പല പ്രൊപ്പോർഷൻ ആവുന്ന കാര്യം? ആ പറയുന്ന വ്യക്തിക്ക്, ബിക്ക് ഡിവിഡൻഡിലാണ് താല്പര്യം, വോട്ടിംഗ് റൈറ്റ്സ് വേണ്ട. അപ്പൊ ഒരേ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൽ പോലും പലതരത്തിലുള്ള വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് അഥവാ DVR എന്ന് പറയുന്നത്. പക്ഷേ കമ്പനീസ് ആക്ടിൽ DVR ഇഷ്യൂ ചെയ്യാനായിട്ട് പ്രത്യേക എന്താണ് റൂൾസും അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പൊ എന്താണ് പ്രത്യേകമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ DVRനെ കുറിച്ചാണ് സാറിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Rule 4 of Companies Share Capital and Debenture Rules 2014 DVR പറയുന്നത്. ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്, അതുകൊണ്ട് ഓവറോൾ വ്യൂ ജസ്റ്റ് പറഞ്ഞു. എന്താണ് കണ്ടീഷൻസ്? എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് DVR. ഒറ്റ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ബേസിക്കലി കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ DVR ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. പോയിന്റ് നമ്പർ 1.
പോയിന്റ് നമ്പർ 2, DBR ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴും ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി വേണം അത് ഡിസിഷൻ എടുക്കാനായി. DBR ഇഷ്യൂ ചെയ്യണമെങ്കിൽ the issue of DBR should be authorized by an ordinary resolution. ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് റൂൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ DBR ഇഷ്യൂ ചെയ്യുന്ന എപ്പോഴും പോസ്റ്റൽ ബാലറ്റ് റൂട്ട് വഴി ആയിരിക്കണം, അല്ലേ? ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, ടോട്ടൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ, ടോട്ടൽ ഇഷ്യൂഡ് പെയ്ഡപ്പ് ക്യാപിറ്റലിന്റെ 26% മുകളിൽ, അത് നോട്ട് എക്സീഡ് 26% എന്നാണ് പറയുന്നത്. 26% മുകളിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, DBR ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതിനകത്ത് ബാക്കി 74% ഓർഡിനറി വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളവർ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ലിമിറ്റ് മറക്കരുത്. 26% മാത്രമേ നമുക്ക് DBR ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കമ്പനിക്ക് ലാസ്റ്റ് 3 വർഷമായിട്ട് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്ത് നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതിനർത്ഥം ലോസ് മേക്കിംഗ് കമ്പനിക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, DBR ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ആനുവൽ റിട്ടേൺസും കഴിഞ്ഞ 3 വർഷമായിട്ട് കറക്റ്റായിട്ട് ROCയിൽ ഫയൽ ചെയ്തിരിക്കണം. അതിനർത്ഥം കമ്പനിയുടെ ആനുവൽ അക്കൗണ്ട്സും ആനുവൽ റിട്ടേൺസും കറക്റ്റായിട്ട് ഫയൽ ചെയ്യാത്തൊരു കമ്പനിക്ക് DBR ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. കമ്പനി ഒബ്വിയസ്ലി ഡിവിഡന്റിന്റെ കേസിലും ഡിബഞ്ചറിന്റെ കേസിലും ഡിപ്പോസിറ്റിന്റെ കേസിലും 3 D മറക്കരുത്. ഡിക്ലയർഡ് ഡിവിഡന്റ്, ഡിബഞ്ചർ, അതുപോലെ തന്നെ ഡിപ്പോസിറ്റ്. ഈ 3 പ്രൊവിഷനും വയലേറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. ഈ 3 പ്രൊവിഷനും വയലേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും DBR ഇഷ്യൂ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. ബാക്കിയൊന്നും അതിന്റെ അത്രത്തോളം റിലവന്റ് അല്ലെങ്കിലും ഇത് ഇത്രയും കണ്ടീഷൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, മിനിമം പഠിച്ചിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, equity shareholders with differential voting rights is very important from exam point of view, and that is specifically dealt with Rule 4 of the Company Share Capital SED Rules 2014, in which there are certain conditions. അതാണ് നമ്മൾ ഇതിൽ നേരം പറഞ്ഞത്. ആ കണ്ടീഷൻസ് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ എക്സാം പർപ്പസ് നമുക്ക് ഉപയോഗപ്പെടുത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈവായിട്ട് നമുക്ക് ക്ലാസ് എടുക്കുകയും തൊട്ട് പറയാൻ നമുക്ക് മറുപടി പറഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്. ചാറ്റ് ബോക്സിൽ ഇട്ടേക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു, എക്സാമിൽ അതൊരു കീ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. കമ്മിങ് ടു അടുത്ത പ്രൊവിഷൻസ് പോകുന്നു. ഇത്രയും നേരം പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DBR. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം, പ്രത്യേകിച്ച് അതിന്റെ കണ്ടീഷൻസ് ഓഫ് ഇഷ്യൂ ഓഫ് DBR ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ വി ആർ മൂവിംഗ് ടു ബേസിക് റിക്വയർമെന്റ്സ് എന്ന രീതിയിലാണ് കിടക്കുന്നത്. ഷെയർ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഷെയർ ഹോൾഡർ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 5 പേര് ചേർന്ന് ഒരു കമ്പനിയിൽ ഷെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മനസ്സിലാക്കേണ്ടത്, അവർ ഷെയർ എടുക്കുമ്പോൾ ആ പൈസ നമുക്ക് കിട്ടും, കമ്പനിക്ക് ക്യാപിറ്റൽ ആവും, കമ്പനിക്ക് മൂലധനമാവും. അവർ വെറുതെ ഷെയർ ഇഷ്യൂ ചെയ്ത് ഷെയറിന് നമ്മൾ പൈസ എടുത്തല്ലോ, അപ്പൊ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഓരോ ഷെയർ ഹോൾഡറിനും അവരെടുത്തിരിക്കുന്ന ഷെയറിന്റെ ഫേസ് വാല്യൂ പറഞ്ഞ്, നമ്പർ ഓഫ് ഷെയർസ് പറഞ്ഞ്, കമ്പനിയുടെ കോമൺ സീൽ പതിപ്പിച്ച് കൊടുക്കുന്ന പേരിൽ പതിപ്പിച്ച് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനെ നമ്മൾ പറയുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ്. ഉദാഹരണം പറഞ്ഞാൽ റോഷൻ എന്ന് പറയുന്നതാണ് ഷെയർ ഹോൾഡർ എന്ന് വെക്കുക. അദ്ദേഹം കമ്പനിയിൽ 10,000 ഷെയർസ് എടുത്തിട്ടുണ്ടെന്ന് വെക്കുക. എങ്കിൽ കമ്പനിയുടെ ലെറ്റർ ഹെഡ് പോലെ ഇരിക്കുന്ന വലിയൊരു ഷീറ്റിൽ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എത്ര ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത്, അതിന്റെ ഫേസ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ കാണത്തില്ല, ഫേസ് വാല്യൂ പറഞ്ഞ് കമ്പനിയുടെ ഡയറക്ടർമാരും സെക്രട്ടറിയും ഒപ്പിട്ട് കമ്പനിയുടെ കോമൺ സീൽ പതിപ്പിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 46 ഡീൽ ചെയ്യുന്നുണ്ട്. അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ അതിന്റെ അകത്തുള്ള അത് കീറിപ്പോലെ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ എടുക്കുന്നുള്ള ജസ്റ്റ് ബേസിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് നോക്കി പോവാം. ഒരു കാര്യം ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, ഇപ്പോ കമ്പനീസ് ആക്ടിൽ കമ്പനി ലോയിൽ വലിയ കമ്പനികൾ നല്ലൊരു ശതമാനം കമ്പനികളും ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അത് ഓൺലൈൻ ആയിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലാണ് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡിമാറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇലക്ട്രോണിക് ഫോമിലാണ് ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഡിപ്പോസിറ്ററി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതിന്റെ അകത്ത്. അതായത് ഷെയർ ഓൺലൈൻ പർപ്പസ്, ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ വച്ചിരിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡെപ്പോസിറ്ററി എന്ന് വിളിക്കുന്നത്. ബാങ്ക് അല്ല, ഡെപ്പോസിറ്ററി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ അതുപോലെ 2 ഡെപ്പോസിറ്ററീസ് ഉണ്ട്. എന്താണ്, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററീസ് ലിമിറ്റഡ് NSDL, അതുപോലെ തന്നെ സെൻട്രൽ ഡെപ്പോസിറ്ററീസ് എന്താണ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് CDSL എന്ന് പറഞ്ഞ 2 പൊതുമേഖലാ സ്ഥാപനമുണ്ട്. ആ 2 വലിയ കമ്പനികൾ ഒരുപക്ഷെ ഇന്ത്യ മുഴുവനും പടർന്ന് ബ്രാഞ്ചസ് ഉള്ള വലിയ കമ്പനിയാണ് കമ്പനിയുടെ ഷെയർസ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ഫോമിൽ അല്ലെങ്കിൽ ഡിമാറ്റ് ഫോമിൽ വയ്ക്കുന്നത്. അപ്പൊ ഇതാണ് കുട്ടികളെ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഷെയർ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. സെക്ഷൻ 46 ഷെയർ എടുത്തവർക്ക് ഷെയർ ഇഷ്യൂ എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, പഴയതുപോലെ ഫിസിക്കൽ ഫോമിലല്ല ഇപ്പൊ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഡിമാറ്റ് ഫോമിലാണ്, ഡിമെറ്റലൈസേഷൻ ഫോമിലാണ്, അതായത് ഇലക്ട്രോണിക് ഫോമിലാണ്. അതിനെ നമ്മൾ ഫംഗിബിൾ ഫോം എന്ന് വിളിക്കുന്നത്. പക്ഷെ ആ ഷെയർ വയ്ക്കാനായിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സഹായം ആവശ്യമുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് ഡിപ്പോസിറ്ററി. അവർ ഇന്ത്യയിൽ 2 കാറ്റഗറി, 2 ടൈപ്പ് അല്ലെങ്കിൽ 2 ഡെപ്പോസിറ്ററീസ് ഇന്ത്യയിലുണ്ട്. ഒന്ന് NSDL, മറ്റൊന്ന് CDSL. അപ്പൊ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. 284 ഡിസ്കസ് ചെയ്തു, 43 ഡിസ്കസ് ചെയ്തു, 46 ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്വിക്ക് റിവിഷൻ മോഡിലായതുകൊണ്ട് തന്നെ ഞാൻ അധികം സമയം ചിലവാക്കുന്നില്ല, മറ്റുള്ള കാര്യങ്ങൾ തിയറി പറയാൻ സമയം ചിലവാക്കുന്നില്ല. നേരെ പോകുന്ന ഒരു ഏരിയ ആണ് റൈറ്റ്സ് ആൻഡ് വേരിയേഷൻ ഓഫ് റൈറ്റ്സ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം.
ഷെയർ ഹോൾഡേഴ്സിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള റൈറ്റ്സ്, ഓരോ കാറ്റഗറി ഓഫ് ഷെയർ ഹോൾഡേഴ്സിനും അറ്റാച്ച് ചെയ്തിട്ടുള്ള റൈറ്റ്സിനെയാണ്, അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ കമ്പനീസ് ആക്ടിൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സെക്ഷൻ 47, 48 കമ്പനീസ് ആക്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും വളരെ റൈറ്റ് എന്നുള്ളത് കമ്പനിയുടെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്. ആ കമ്പനിയിലെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സ് വഴിയാണ്. അദ്ദേഹത്തിന് ഒരു മീറ്റിംഗിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ, തീരുമാനത്തിന് വരുമ്പോൾ, ആ തീരുമാനം എടുക്കണോ വേണ്ടി എന്നുള്ളത് ഫൈനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ആ ഐറ്റം പാസ്സാക്കാൻ. സോ ദാറ്റ് ഈസ് വൈ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് റൈറ്റ് ഓഫ് എ ഷെയർ ഹോൾഡർ ഈസ് വോട്ടിംഗ് റൈറ്റ്. ഇതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനും, പല കാറ്റഗറി ഓഫ് ഷെയർ ഹോൾഡേഴ്സിനും അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എന്തുണ്ട്, റൈറ്റ്സ് ഉണ്ട് കുട്ടികളെ. ആ റൈറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ എന്താണ് എന്തെന്ന് വിളിക്കുന്നത്, ഡൗട്ട്സ് ഇരിക്കുന്നു. ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് അമെന്റ്മെന്റ്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വരാം, അതിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. സോ നമ്മളിപ്പോ ചർച്ച ചെയ്ത് വന്ന കാര്യം റൈറ്റ്സ് കുറിച്ചാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ആ റൈറ്റ്സിന്റെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോവാം. നൗ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് വോട്ടിംഗ് റൈറ്റ്സ്. സെക്ഷൻ 47 and 48 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വോട്ടിംഗ് റൈറ്റ് ഓഫ് മെമ്പർ ഹോൾഡിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, വോട്ടിംഗ് റൈറ്റ് ഓഫ് മെമ്പർ ഹോൾഡിംഗ് പ്രിഫറൻസ് ക്യാപിറ്റൽ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബേസിക്കലി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല ബേസിക് ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം. വോട്ടിംഗ് റൈറ്റ്സ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ എന്താ പറയാ, ഒരു കമ്പനിയുടെ ഫംഗ്ഷൻ. വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടോ എന്നുള്ളത് സാർ പരിശോധിച്ചു. അങ്ങനത്തെ ബേസിക് ഇമ്പോർട്ടൻ്റ് കാണുന്നത് നിങ്ങൾക്ക് അറിയാം. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൊതുവെ വോട്ടിംഗ് റൈറ്റ്സ് വരാറില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്സ് വരുന്നത് പൊതുവെ നമുക്ക് അറിയാമായിരിക്കും. ഡിവിഡൻഡ്, അവരുടെ കാര്യങ്ങൾ, അതായത് അവരുടെ ഡിവിഡൻഡ്, അവരുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് എക്സസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത പക്ഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൊതുവെ കമ്പനിയുടെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ല. അപ്പൊ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒരു പരിധിക്ക് മുകളിൽ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ആ ഏരിയ നിർത്താനായിട്ട് ഞാൻ ഒത്തിരി പറയാം. വോട്ടിംഗ് റൈറ്റ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എല്ലാ മാനേജ്മെന്റ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യാം വോട്ടിംഗ് റൈറ്റ്സ് എക്സസ് ചെയ്യാം. അതിന് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നോർമൽ വോട്ടിംഗ് റൈറ്റും, അതായത് VR-ഉം, മറ്റൊന്ന് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സും DVR-ഉം ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൊതുവെ കമ്പനിയുടെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ നോർമൽ ആയിട്ടുള്ള ലൈഫ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ. അവർ വോട്ടിംഗ് റൈറ്റ്സ് പൊതുവെ വരാറില്ല. പക്ഷേ അവരുടെ ഡിവിഡൻഡ്, നമ്മൾ ഡിവിഡൻഡ് ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ റൈറ്റിന് വേരി ചെയ്യുമ്പോൾ അവർക്കും സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, വോട്ടിംഗ് റൈറ്റ്സിന്റെ ഇമ്പാക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഒരു റൈറ്റ് ഉണ്ടാവും. അപ്പൊ അത്രയും മതി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ആ റൈറ്റ്സ് വേരി ചെയ്യുന്നുള്ള. ഓരോ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെയും റൈറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ റൈറ്റ്സിനെ നമ്മൾ വേരി ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 48 ആണ് ഡീൽ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ മാത്രം റൈറ്റ്സ് വേരി ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ക്ലാസിന്റെ അവരൊരു പ്രത്യേക ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും, ആ മീറ്റിങ്ങിനെയാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ആ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് വേരി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐ വിൽ റിപ്പീറ്റ് അഗെയിൻ. ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേക ഒരു മീറ്റിംഗ് വിളിക്കണം. ആ മീറ്റിങ്ങിനെ നമ്മൾ ക്ലാസ് മീറ്റിംഗ്സ് എന്നും, ആ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ അവരുടെ റൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് വയലേറ്റ് ചെയ്യുന്നല്ല, വേരി ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ നമുക്ക് റൈറ്റ്സ് വേരി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പാസ്സാക്കിയ റെസൊല്യൂഷൻസിനെ നമ്മൾ ROC-യിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിന് മറ്റുള്ള സെക്രട്ടറിയൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസിന് വിധേയമായിട്ട് മാത്രമേ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് വേരി ചെയ്യാൻ പാടുള്ളൂ. ആ വേരി ചെയ്യുന്നുള്ള പ്രൊവിഷൻ കിടക്കുന്ന സെക്ഷൻ 48 കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലോ കമ്പനിയുടെ മെമ്മറാണ്ടം അസോസിയേഷനിലോ, അല്ലെങ്കിൽ ആ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ടേംസിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പറയുന്ന പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് നമുക്ക് വേരി ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വേരി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അതിന്റെ എഫക്റ്റിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, ഇൻ ഓർഡർ ടു vary the rights of a particular class of shareholders, you have to convene a separate meeting of that particular class of shareholders, and by that it is called as a class meetings. ആ ക്ലാസ് മീറ്റിംഗ് വിളിച്ച് മാത്രമേ നമുക്ക് വേരി ചെയ്യാൻ പറ്റൂ. അതിലൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. പക്ഷേ ഈ കൺസെന്റ് കൊടുക്കാത്ത ആൾക്കാരുണ്ട് അല്ലെ, ഈ കൺസെന്റ് കൊടുക്കാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ മിനിമം 10% ആൾക്കാർക്ക് ട്രിബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ പോയെന്നുണ്ടെങ്കിൽ അവരുടെ
കേസ് കേട്ട് അവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേട്ടതിന് ശേഷം മാത്രമേ വേരിയേഷൻ ഓഫ് റൈറ്റ് നിലവിൽ വരും. സോ ഐ റിപ്പീറ്റ് അഗൈൻ, 70% വരാം അത് അപ്രൂവ് ചെയ്യുന്നു. അതായത് 20 നമ്മുടെ ടോട്ടൽ ഇല്ലേ മീറ്റിംഗ് വിളിച്ചു കൂട്ടത്തില്ല, ആ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതോടുകൂടി തന്നെ വേരിയേഷൻ നിലവിൽ വരും. അല്ല, എതിർക്കുന്നവരുണ്ട്. എതിർക്കുന്നവരെന്ന് വെച്ചാൽ ടോട്ടൽ ഈ പറഞ്ഞ സമ്മതിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ സമ്മതിക്കാതിരിക്കുന്ന ആൾക്കാരിൽ 10% വരെ ട്രിബ്യൂണൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ കേസിന്റെ വാദം കേട്ട് ആ കേസിന്റെ റെമഡി കിട്ടിയതിനു ശേഷം മാത്രമേ ഈ വേരിയേഷന് എന്ത് വരത്തുള്ളൂ, എഫക്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെയാണ് എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഡിസ്കസ് ചെയ്യൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഏരിയ എന്ന് പറഞ്ഞു. ഒന്ന് DVR, അടുത്തെന്താണ് പറഞ്ഞത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഈ പറഞ്ഞ എന്താണ് ക്ലാസ് വേരിയേഷൻ. ഒരു പർട്ടിക്കുലർ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് വേരി ചെയ്യുന്ന എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിന് പ്രത്യേക മീറ്റിംഗ് വിളിച്ചു കൂട്ടണം, അതെങ്ങനെ എന്നുള്ള പ്രോസസ്സാണ് പറഞ്ഞത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാൻഡേറ്ററി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് സർ എന്താണ് എഴുതിക്കുന്നത്, കുറെ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ഉണ്ടോ, പിന്നെന്താണ് 75% ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിലെ അമെൻമെന്റ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു ചാറ്റ് ബോക്സ് എനിക്ക് ഒത്തിരി മെസ്സേജ് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത കുറച്ച് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു രണ്ടും കൂടെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ വീഡിയോ വേറെ പർപ്പസിന് 1-2 പർപ്പസിന് വേണ്ടി കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നാളൊരു കാലത്ത് ഈ ചാറ്റിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഓക്കായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം മൊത്തത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ആ ചാറ്റ് ബോക്സിലോ മറ്റുള്ള മെസ്സേജിലോ വരുന്ന ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. ഇപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പോവാം. അപ്പോ തൽക്കാലം ഇത്രയും നേരം സാറ് പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മേജർ കാര്യങ്ങൾ പഠിക്കേണ്ടത് പറഞ്ഞതിൽ ഒന്നുകൂടി പറയാം. ഒന്ന്, ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DVR ആണ്. അതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് ക്ലാസ് റൈറ്റ്സ് ആണ്. അതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പർപ്പസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നമുക്ക് എന്താ പറയാ, സെക്ഷൻ വൈസിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇനി എന്താ കിടക്കുന്നത്, ഇനി പൊതുവെ നമ്മൾ സാധാരണ ഈ ചാപ്റ്ററിൽ കാണുന്ന ഒരു കാര്യം കോള് വിളിക്കുക. അതൊന്നും വലിയ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഇപ്പൊ കോള് വിളിക്കുക എന്നുള്ള സംഭവം പ്രാക്ടിക്കലി ഇല്ല, അറിയായിരിക്കും അല്ലെ. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ് ഇപ്പൊ എല്ലാം. അതുകൊണ്ട് തന്നെ ഈ ദയവ് ചെയ്ത് കുട്ടികൾ പഴയതുപോലെ കോള്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അതിന്റെ ഒന്നും കാര്യങ്ങൾ പഠിച്ചു വെറുതെ സമയം കളയേണ്ട. ജസ്റ്റ് ഓവറായിട്ട് വായിച്ചു പോയാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു ഏരിയ ആണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയവും ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. സോ നൗ ഐ എം മൂവിംഗ് ടു സെക്ഷൻ 52 to 55 ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, ഇഷ്യൂസ് ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ആണ്. ഇതിൽ നിന്നും എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അറ്റ് പാറും, 10 രൂപയുടെ ഷെയർ 12 രൂപ കൊടുക്കുമ്പോൾ അത് പ്രീമിയവും, 10 രൂപയുടെ ഷെയർ 8 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അത് ഡിസ്കൗണ്ടും ആവും അല്ലെ. ഇതാണ് നമ്മുടെ അക്കൗണ്ടൻസി പാറ്റേണിലുള്ളത്, നിങ്ങൾക്ക് നല്ല അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ സാർ ആ ഏരിയ ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് പറഞ്ഞു പോകാം. സെക്ഷൻ 52 and 52 മുതൽ 55 വരെ ഇതാണ് ഡീൽ ചെയ്യുന്നത്. കുട്ടികളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്താണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. പ്രീമിയത്തെ ഇഷ്യൂയും ഡിസ്കൗണ്ട് ഇഷ്യൂ എന്നൊക്കെ അറിയാം അല്ലെ. കമ്പനിയുടെ വാല്യൂഷൻ ബേസ് ചെയ്തിരിക്കും. കമ്പനി നല്ല മൂല്യമുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ് വാല്യൂക്ക് മുകളിൽ വയ്ക്കും. കമ്പനിയുടെ മൂല്യം സ്വാഭാവികമായിട്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും, ഫേസ് വാല്യൂ താഴെ ഷെയർസ് വയ്ക്കും എന്നൊക്കെ അറിയാം. നമുക്കിവിടെ എന്താ പഠിക്കാനുള്ള, ബേസിക്കലി പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രീമിയത്തിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ പ്രീമിയം എമൗണ്ട് എന്തിന് യൂട്ടിലൈസ് ചെയ്യുന്നുള്ള. 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ആ 2 രൂപ എന്തിന് യൂസ് ചെയ്യാൻ പറ്റും. സെക്ഷൻ 52 ആണ്. ആപ്ലിക്കേഷൻ ഓഫ് പ്രീമിയം എമൗണ്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രീമിയത്തിൽ കിട്ടുന്ന പൈസയെ നമ്മൾ സ്വാഭാവികമായിട്ട് മാറ്റിവെക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അഥവാ SPA എന്ന് പറയും. അപ്പോൾ ഈ 2 രൂപ ഓരോ ഷെയറിലും 10-ന് 12 രൂപ കൊടുക്കുമ്പോൾ ഈ 2 രൂപയെ നമ്മൾ പാർക്ക് ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് SPA, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ആ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അങ്ങനെ ഓരോ ഷെയർ ഹോൾഡറിൽ നിന്നും പബ്ലിക്കേഷൻ നടത്തുമ്പോൾ FPO നടത്തുമ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ SPA അക്കൗണ്ടിൽ കൂടി കിടക്കുന്നു. ആ പറയുന്ന എമൗണ്ടിനെ എന്ത് പർപ്പസ് യൂസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഡിസ്കസിംഗ് Section 52 which deals with application of SPA. SPA എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. SPA യൂസ് ചെയ്യാനായിട്ടുള്ള പർപ്പസ് എന്തൊക്കെയാണ് കുട്ടികളെ? ബോണസ് ഷെയർസ് യൂസ് ചെയ്യാം, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ യൂസ് ചെയ്യാം, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കമ്മീഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയർസിനെ പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പോൾ ആ പ്രീമിയം തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മറക്കരുത് കുട്ടികളെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ബാക്കിന് യൂസ് ചെയ്യാം. സോ ഐ കൺക്ലൂഡ് ദാറ്റ് SPAയിൽ കിടക്കുന്ന പൈസ അല്ലെ ബുക്ക് എൻട്രി പൈസ, അതായത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കിടക്കുന്ന പൈസ എന്തൊക്കെ കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ബോണസ് ഷെയർ ഇഷ്യൂവിന് അപ്ലൈ ചെയ്യാം, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് അപ്ലൈ ചെയ്യാം, കമ്മീഷൻ കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്
പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയർസിനെ റിഡീം ചെയ്യുമ്പോഴും പ്രീമിയത്തിൽ കൊടുത്താൽ ആ പൈസ അതുപോലെ തന്നെ റിഡീം ചെയ്യുന്നവർക്ക് എന്താണ് പ്രീമിയത്തിൽ നമുക്ക് റിഡീം ചെയ്യാം അല്ലെ. അവസാനമായിട്ട് ബൈബാക്ക് പർപ്പസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം, എസ്പെഷ്യലി ഇന്റർമീഡിയറ്റ് ലെവലിൽ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഏരിയയാണ് ഈ പറയുന്നത് എന്താണ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത് സെക്ഷൻ 53. ഒരുപാട് കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ കമ്പനീസ് ആക്ട് വന്നതിന് ശേഷം ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പ്രൊഹിബിഷൻ ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് മറക്കരുത്, സെക്ഷൻ 53 ആണ്. സെക്ഷൻ 53 പ്രകാരം എന്താണ്, ഇനി മുതൽ കമ്പനീസ് ആക്ട് നമുക്ക് ഷെയർ ഒരിക്കലും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല, അത് മറക്കരുത്. ആ ഡിസ്കൗണ്ട് ഇഷ്യൂ എന്ന കൺസെപ്റ്റ് കഴിഞ്ഞു. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇനി മുതൽ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ ഇല്ല. അഥവാ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെനാൽറ്റിയാണ് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. പഠിക്കാൻ എളുപ്പമായി. Now hereafter at the advent of the Companies Act 2013, the companies are prohibited to issue shares at a discount, and if any company moves to issue shares at a discount, then it will be violation of the Companies Act. But at the same time, the only option to issue shares at a discount is by way of issuing sweat equity shares. അപ്പോൾ അത് മറക്കാം. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിലയിൽ നോക്കണം. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ കമ്പാരിറ്റീവ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇനി എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലും പ്രാക്ടിക്കൽ പർപ്പസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആണ്. മറക്കരുത്. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്? ഞാനും വേർക്കുന്നുണ്ട് അല്ലെ, ഭയങ്കര ചൂടുണ്ട് അല്ലെ. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്താണ്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് വേർപ്പാണ്. എന്താണ് സംഭവം? കമ്പനിക്ക് വേണ്ടി വേർപ്പൊഴുക്കുന്ന ഡയറക്ടർമാർക്കും ഓഫീസേഴ്സിനും എംപ്ലോയീസിനും ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന ഷെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. So as per section 54 read with definition 2 clause 88, മറക്കരുത്, പാരന്റ് സെക്ഷൻ 54 ആണ്. അതിന്റെ എന്താണ് ഡെഫിനിഷൻ കിടക്കുന്നത് 2 clause 88 അത് പ്രകാരം certificate shares mean such equity shares as are issued by the company to its directors, employees at a discount or for consideration other than cash. ക്യാഷിന് പകരമായിട്ട് നമ്മൾ ഷെയർ കൊടുക്കുന്നു. എന്തിനാണ് നമ്മൾ വെറുതെ അയാളെ സൂചിപ്പിക്കുന്നത്? കാരണം he has provided us with know-how and he has provided with us IPR, intellectual property right, or he may have given us value addition to the company. ഒരു ഉദാഹരണം പറയാം. ഒരു മഹേഷ് എന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്ന കമ്പനിയിൽ. അദ്ദേഹം കമ്പനിക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. എന്നോട് പറയാം, മഹേഷ് നമ്മുടെ കമ്പനിയിൽ ഒരു ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹം കമ്പനിക്ക് വേണ്ടി വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് നമുക്ക് റെമ്യൂണറേറ്റ് ചെയ്യണം അല്ലെ, അദ്ദേഹത്തിന് പൈസ കൊടുക്കണം. പകരം നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ ഷെയർ കൊടുക്കും. അപ്പൊ കണ്ടോ, മിസ്റ്റർ മഹേഷ് ഹാസ് ഗീവൺ വാല്യൂ അഡിഷൻ ടു ദ കമ്പനി. മഹേഷ് നമുക്ക് എന്ത് തന്നു? വാല്യൂ അഡിഷൻ തന്നു. അങ്ങനെ മൂല്യവർദ്ധന തന്നതുകൊണ്ട് അദ്ദേഹത്തിന് റെമ്യൂണറേറ്റ് ചെയ്യുന്ന പൈസ വഴി അല്ലാതെ നമ്മൾ അദ്ദേഹത്തിന് ഷെയർ കൊടുത്ത് റെമ്യൂണറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കമ്പനിക്ക് വേണ്ടി ഒഴുക്കി കഷ്ടപ്പെട്ട് കമ്പനിക്ക് ഒരു മൂല്യവർദ്ധനം, വാല്യൂ അഡിഷൻ തന്ന്, കമ്പനിക്ക് ഒരു നോഹോ തന്ന്, കമ്പനിക്ക് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തന്ന്, കമ്പനിക്ക് പുതിയൊരു കണ്ടുപിടുത്തം തന്ന്, കമ്പനിക്ക് പുതിയൊരു പേറ്റന്റ് തന്ന്, കമ്പനിക്ക് പുതുതായിട്ടൊരു ലൈഫ് തന്ന് ഡയറക്ടർമാർക്കും എംപ്ലോയീസിനും ഓഫീസേഴ്സിനും ഷെയർ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. എന്തായാലും എന്താണ് ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. സെക്ഷൻ 54 സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഡീൽ ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ദയവ് ചെയ്ത് മൈ ഡിയർ സ്റ്റുഡൻസ് അതിന്റെ കണ്ടീഷൻസ് കൂടെ എന്തൊക്കെ കണ്ടീഷൻസ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം പറയട്ടെ. പോയിന്റ് നമ്പർ 1, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അറിയാമായിരിക്കും അല്ലെ, 75% വോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. 2, ആ പാസ്സാക്കുന്ന റെസൊല്യൂഷനിൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്ര, എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്ത് പർപ്പസിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കണം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് അതിന്റെ ഒറ്റ പോയിന്റേ ഉള്ളൂ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണ് അതിന്റെ അകത്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. കമ്പനീസ് ആക്ടിൽ എപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താലും 30 ദിവസത്തിനകത്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ആ റെസൊല്യൂഷന്റെ പകർപ്പ് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദാറ്റ് റെസൊല്യൂഷൻ ഹാസ് ടു ബി ഫൈൽഡ് വിത്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഇൻ ഫോം നമ്പർ MGT14. ഇത് ഫോമാണ് MGT14. 14 നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. എന്തിനാണ് ഫയൽ ചെയ്യുന്നത്? കമ്പനിയിൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്താണെന്ന് രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ അറിയിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ആ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എല്ലാം സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴിയായിരിക്കും പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനകത്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നമ്മൾ എന്ത് ചെയ്യണം? MGT14 ഫയൽ ചെയ്തിരിക്കണം. അതാണ് അത് ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോ ഇവിടെ കഴിഞ്ഞു.
ആ ഒരു ഏരിയയൊക്കെ നമുക്ക് ഡിസ്കസ്. പിന്നെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ഉണ്ട്, റിഡംഷൻ ഒന്നും വലിയ ആവശ്യമുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിഡീമബിൾ ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ഇറഡീമബിൾ പ്രിഫറൻസ്, ഇതൊക്കെ കൊച്ചു ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്തായാലും ഒന്ന് വേഗമായിട്ടൊന്ന് വായിച്ചു വിട്ടാൽ മതിയാവും. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, റിഡംഷൻ പീരീഡ് അറിയാം, 20 years ആണ് റിഡംഷൻ പീരീഡ്. അത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയപ്പോൾ അതിന്റെ താപ്പട 20 years ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രിഫറൻസ് ഷെയർസിൽ പഠിക്കാനുള്ളൂ. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എങ്കിലും ജസ്റ്റ് ഓവറോൾ ആയിട്ടൊന്നും എന്ത് ചെയ്താൽ മതി, നോക്കിപ്പോയാൽ മതിയാവും. അപ്പോൾ അവിടെ സാർ അധികം സമയം ചെലവാക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് സാറിന് പറയാനുള്ളത്. പക്ഷെ എങ്കിലും കുറച്ചുകൂടി ഏരിയാസ് നിങ്ങൾക്ക് വേണ്ടി ഇനി ഡിസ്കസ് ചെയ്യാം. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷെയർ പഠിക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വിക്ക് റിവിഷൻ മെത്തേഡ് പഠിക്കുമ്പോൾ നെർവുകൾ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ നോക്കി പോകേണ്ടത്. എങ്കിലും 1-2 ഏരിയാസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുമ്പോൾ നല്ലൊരു എന്താ പറയാ, മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടി എന്താണ്, കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാൻ പറ്റും. ഒരു സെക്കൻഡ്, ഒരു മെയിൽ അത്യാവശ്യമായിട്ട് നോക്കേണ്ടതുണ്ട്. എക്സാംസിന്റെ എന്താണ് ഒരു ഇതിലായിരിക്കും എനിക്കറിയാം, പഠിത്തപരമായ കാര്യങ്ങളും കോവിഡും അല്ലെ, മൊത്തത്തിലൊരു വല്ലാത്തൊരു അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മളൊന്നും ഒരിക്കലും എന്താ പറയുക ഇങ്ങനൊരു അവസ്ഥ കണ്ടു കാണത്തില്ലായിരിക്കും അല്ലെ. എക്സാം നടത്താൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നു. പക്ഷെ എങ്കിലും ഒരുവിധം കൺട്രോളിലായെങ്കിലും, പക്ഷെ മീഡിയാസ് റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ഒരു സേഫ് സോണിലോട്ട് നമ്മൾ എപ്പോഴും എത്തിയിട്ടില്ല. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 1-2 എന്താ പറയുക മെയിൽ, ഒരു സെക്കൻഡ് അത്യാവശ്യമായിട്ടൊരു കാര്യം നോക്കിയിട്ട്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യേണ്ട ഏരിയാസ് 1-2 ഏരിയാസ് കൂടെ നമുക്ക് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് SCD എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമുക്ക് എന്തായിട്ടും സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്, സോ നമുക്ക് അടുത്തുള്ള ഏരിയാസ് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ ഇമ്പോർട്ടന്റ് ഏരിയാസ് പഠിക്കാൻ മറക്കരുത്. DVR കുറിച്ചായാലും ശരി, വേരിയേഷൻ ഓഫ് റൈറ്റ്സിനായാലും ശരി, അതുപോലെ തന്നെ സ്വെറ്റ് ഇക്വിറ്റി, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്, പ്രിഫറൻസ്, ഇവിടുന്നൊക്കെ ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഇനിയിപ്പോ ട്രാൻസ്മിഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ പൊതുവെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ജസ്റ്റ് ചെറിയ നെർവ് പോയിന്റ്സ് ക്വിക്ക് റിവിഷൻ മോഡിൽ പറഞ്ഞു പോവാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, ഷെയർ സർട്ടിഫിക്കറ്റ് തന്നെ ഇപ്പൊ ഇല്ല. എല്ലാ കമ്പനീസും ഇപ്പോൾ നല്ലൊരു ശതമാനം കമ്പനീസ് ഇപ്പോൾ ഡിമാറ്റ് ഫോമിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ സ്കാമ്പ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, ഷെയർ ഇൻസ്ട്രുമെന്റ് വേണം എന്നുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് അത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ട് വേണം പഠിക്കാൻ. വെറുതെ സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞേക്കണം. ഒരു ഷെയർ ഹോൾഡറിന് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ, ഷെയർ സർട്ടിഫിക്കറ്റ് പതിപ്പിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ ഫോമിലായിരിക്കണം, ഡേറ്റഡ് ആയിരിക്കണം, സ്റ്റാമ്പ് ചെയ്തിരിക്കണം, സൈൻഡ് ബൈ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്ഫർ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അതിന്റെ പേര്, നെയിം, അഡ്രസ്, ഓക്കുപേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഷെയർ സർട്ടിഫിക്കറ്റ് എന്താണ് 60 ദിവസത്തെ ഡെലിവറി ചെയ്തിരിക്കണം, 60 days ഡെലിവറി. പിന്നെ അതുപോലെ തന്നെ ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, പ്രോപ്പർ ആയിട്ടുള്ള ഫോം, കമ്പനീസ് ആക്ടിലെ ഫോം യൂസ് ചെയ്തിരിക്കണം. അതുപോലെ ഡേറ്റ്, കറക്റ്റ് ഡേറ്റ് ചെയ്തിരിക്കണം, ട്രാൻസ്ഫർ സൈൻ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് 60 ദിവസത്തിനകത്ത് നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കമ്പനിക്ക് അദ്ദേഹം ഡെലിവറി ചെയ്യണം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഏരിയ ഷെയർ ട്രാൻസ്ഫറിനെ കുറിച്ച് ഓവറോൾ ഒരു വ്യൂ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് എങ്കിലും മെയിൻ ആയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടൈം പീരീഡ്സ് ഉണ്ട് ഇതിനകത്ത്. കമ്പനീസ് ഡെലിവറിംഗ് ദ ഷെയർ സർട്ടിഫിക്കറ്റ് ടൈം പീരീഡ്സ് ഉണ്ട് അല്ലെ. ബേസിക്കലി ഒന്ന്, കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സിന്, തുടക്കത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്, സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ 2 മാസത്തിനകത്ത് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. പോയിന്റ് നമ്പർ 1. 2, പുതിയ അലോട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും 2 മാസത്തിനകത്ത് നമ്മൾ എന്തിരിക്കണം, ഷെയർ സർട്ടിഫിക്കറ്റ് ഡെലിവറി ചെയ്തിരിക്കണം. പോയിന്റ് നമ്പർ 3, ട്രാൻസ്ഫറോ ട്രാൻസ്മിഷനോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് അത് എഫക്ട് ചെയ്ത് 1 മാസത്തിനകത്ത് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. ഡിബഞ്ചറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിനകത്ത് കൊടുത്തിരിക്കണം, അലോട്ട് ചെയ്ത് 6 മാസം. ഈ ഡേറ്റ് മറക്കരുത്. ഒന്നൊരു പ്രാക്ടിക്കലെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഷെയർ ആണെന്നുണ്ടെങ്കിൽ 2 മാസത്തിനകത്ത് ഇഷ്യൂ ചെയ്തിരിക്കണം. പുതിയ അലോട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും 2 മാസത്തിനകത്ത് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. അടുത്ത് ട്രാൻസ്ഫറോ ട്രാൻസ്മിഷനോ ആണെന്നുണ്ടെങ്കിൽ 1 മാസത്തിനകത്ത് എന്ത് ചെയ്തിരിക്കണം എന്നുള്ളത് എന്താണ്, ആ ട്രാൻസ്ഫർ എഫക്ട് ചെയ്ത് 1 മാസത്തിനകത്ത് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. അവസാനമായിട്ട് ഡിബഞ്ചറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ അലോട്ട് ചെയ്ത് 6 മാസം വരെ സമയമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുത്താൽ മതി. ഈ ഡേറ്റുകൾ മറക്കരുത്. 2 months, 1 month, 6 months ഉള്ള കാര്യം മറക്കരുത്.
പോയിന്റ് ഓഫ് വ്യൂ കമ്പാരിറ്റീവ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വീണ്ടും പറയാം, ഫിസിക്കൽ ഫോമിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ എന്താണ് ഇതിന് പൊതുവെ കൊടുക്കുന്നത് ഇപ്പോൾ ഡിമാറ്റ് ഫോമിലാണ്, ഡെപ്പോസിറ്ററീസിനാണ് ഷെയർ ഇഷ്യൂ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇതിന്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ അതിന്റെ പനിഷ്മെന്റും കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അല്ല. ഇനി അതിൻ്റെ അകത്തൊരു മേജറായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കാര്യം നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് മേജറായിട്ട് വലുതായിട്ട് പറയാനില്ല. ഇനി നമ്മൾ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ട് അറിയാൻ പോകുന്നത് ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കി പോകണം. ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, പക്ഷേ എങ്കിലും ചില കുട്ടികൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് അത് വേണമെന്ന്, അതുകൊണ്ടാണ് എന്താ പറയാ, അപ്പൊ അത് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാം അല്ലെ. ആൾട്ടറേഷൻ ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിനെ വീണ്ടും മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ. ആ ആൾട്ടറേഷൻ പല രീതിയിൽ നടക്കാം. നമുക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആൾട്ടർ ചെയ്യാം, അതുപോലെ ഇഷ്യൂഡ് ക്യാപിറ്റൽ ആൾട്ടർ ചെയ്യാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൾട്ടർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രീതിയിൽ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. കമ്പനി സൈക്കിൾ സെക്ഷൻ 63 മുതൽ 68 വരെയാണ് ആൾട്ടറേഷൻ ഡീൽ ചെയ്യുന്നത് അല്ലേ. പല ടൈപ്പ് ഓഫ് ആൾട്ടറേഷൻസ് ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എനിക്കൊന്നും അങ്ങനെ ഡിമാൻഡ് അല്ല. ഓവർവ്യൂ പറഞ്ഞാൽ മതി. ഓക്കെ, ശരി, ഓവർവ്യൂ പറയാം. ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓവർവ്യൂ എന്ന് പറഞ്ഞു പോവാം. സെക്ഷൻ 61 ഡീൽ ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. 2, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ സബ് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യാം. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ വേണമെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഷെയർസിനെ സബ് ഡിവൈഡ് ചെയ്യാം. സബ് ഡിവൈഡ് എന്ന് അറിയാലോ അല്ലെ. ഫേസ് വാല്യൂയുടെ ഷെയർ കുറച്ചെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ഭയങ്കരമായിട്ട് കൂടും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന സംഭവമാണ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓതറൈസ്ഡ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റലിനെയും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10 കോടിയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, നമ്മൾ ആപ്പാടെ 5 കോടിയെ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പറയാം 10 കോടിയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, നമ്മൾ ആപ്പാടെ ഇന്ന് വരെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 5 കോടിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ 5 കോടി വാക്യൂം കിടപ്പുണ്ട്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടില്ല, ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ കിടക്കുന്ന വാക്യൂമിനെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്യാൻസലേഷൻ ഓഫ് ഷെയർ ഈസ് നോട്ട് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ തിരിച്ചു കൊടുക്കുന്നതിനാണ്, അല്ലെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. ഇത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ്, അല്ലെങ്കിൽ ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഷെയർസ് എന്ന് വെച്ചാൽ ആരും എടുക്കാനായിട്ട് കൺഫേം ചെയ്യാത്ത, നമ്മൾ ഇഷ്യൂവേ ചെയ്യാത്ത, നമ്മൾ ഇതുവരെയായിട്ട് ഇഷ്യൂ ചെയ്യാത്ത ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. അതിനെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ. സാർ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയട്ടെ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 കോടി, 6 കോടി ഇഷ്യൂ ചെയ്യും. ഈ ഇടയ്ക്ക് ഒരു 4 കോടിയില്ലേ വെറുതെ ഇരിക്കുക. 4 കോടി നമ്മൾ ഇഷ്യൂ ചെയ്യാനും പോകുന്നില്ല, ഈ ഇടയ്ക്കൊന്നും ഇഷ്യൂ ചെയ്യാനും പോകുന്നില്ല. ഇങ്ങനത്തെ വാക്യൂമിനെ കുറയ്ക്കുന്നതിനാണ് കുട്ടികളെ നമ്മൾ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ടച്ച് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. Thus, it is not a reduction of capital. Thus, it does not require the confirmation of the tribunal or the court. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്, അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഒന്നുകൂടി പറയാം, there are different methods of alteration of capital. You may increase your authorized capital, you may increase your capital by a public issue, more further issue of the capital, you may consolidate the shares, you may subdivide the shares, you may convert the shares from a partly paid up to fully paid up, you may subdivide the shares, and you may also diminish the shares by a concept of cancellation of shares, whereby you will reduce the vacuum or gap between the authorized capital and the issued capital. Dear friends, this is very important area from the exam point of view is concerned. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. ഓവറോൾ വ്യൂ പറയണമെന്ന് പറഞ്ഞു, ഞാനത് പറഞ്ഞു. സോ ഇത്രയൊക്കെയാണ് എൻ്റെ അടുത്ത് പറയാനുള്ളത്. ബാക്കി എൻ്റെ അടുത്ത് ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും എൻ്റെ അടുത്ത് പോകാനുള്ള ഒരു ക്വിക്ക് റിവിഷൻ മൂഡ് ഇതൊക്കെ തന്നെ മതിയാവും. പിന്നെ ബോണസ് ഷെയർസ് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 63 ബോണസ് ഷെയർസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ. ബോണസ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വളരെ നല്ല അറിയാം. ബോണസ് ഷെയർസ് ഓർ ഷെയർസ് ഇഷ്യൂഡ് പ്രൊപ്പോർഷനേറ്റ്ലി ബൈ എ കമ്പനി. എന്താണ് നിങ്ങൾക്കറിയാം, ബോണസ് ഷെയർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓൾറെഡി ഇരിക്കുന്ന ഷെയറിന്റെ കൂടെ കുറച്ച് ബോണസ് ആയിട്ട് ഷെയർ കൊടുക്കും ഇല്ലേ. ഇങ്ങനത്തെ ബോണസ് ഷെയർസിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വോട്ടിംഗ് റൈറ്റ്സ് കമ്പാരിറ്റീവ്ലി കൂടുതൽ കിട്ടും. അപ്പോൾ മോർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിരിക്കും. കമ്പനിയെ സംബന്ധിച്ചുള്ള പൈസ കിട്ടത്തില്ലെങ്കിലും ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം എന്ത് സംഭവിക്കും, നമ്പർ ഓഫ് ഷെയർസ് കൂടിക്കൊണ്ടിരിക്കും.
നമ്പർ ഓഫ് ഷെയർസ് കൂടുന്നതോടുകൂടി വാല്യൂ കൂടുന്നു. നമ്പർ ഓഫ് ഷെയർസ് കൂടുന്നതോടുകൂടി നിങ്ങളുടെ ആസ്തി കൂടുന്നു. കമ്പനിയുടെ അല്ല, ആസ്തി കൂടുന്നു. ബേസിക്കലി ഇതൊരു ബുക്ക് എൻട്രി കൺസെപ്റ്റ് ആണ്. നമുക്ക് അറിയാം, ഒത്തിരി പ്രോഫിറ്റും ഒത്തിരി റിസർവും ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും. ആ റിസർവ് ചെയ്യുന്ന ക്യാപിറ്റലോട്ട് മാറ്റുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ബോണസ് ഷെയർസിന് അക്കൗണ്ട്സിൽ പറയുന്ന വാക്ക് അറിയില്ല, ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ബോണസ് ഷെയർസ് ബേസിക്കലി ഒരു ബുക്ക് എൻട്രി ആണ് നമ്മൾ ചെയ്യുന്നത്. ഷെയർ ഹോൾഡറിനെ അതിനെ സംബന്ധിച്ചുള്ള ക്യാപിറ്റൽ കൂടി, അതായത് നമ്പർ ഓഫ് ഷെയർസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് അനുസരിച്ച് കൂടും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അതുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർസിന് പൊതുവെ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യാത്തത്, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാത്തത്. മറക്കരുത്. ബോണസ് ഷെയർസ് കൂടുതലുള്ള വോട്ടിംഗ് റൈറ്റ്സ് കൂടുതൽ കിട്ടും. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് പൊതുവെ കൊടുക്കുന്ന കീഴടക്കമില്ല. കാരണം അവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ബോണസ് ഷെയർസ് പൊതുവെ പ്രൊപ്പോർഷണൽ ആണ് കൊടുക്കും. 1:3, 1:5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? 1:3 എന്ന് വെച്ചാൽ 3 ഷെയർ ഉള്ളവർക്ക് 1 ഷെയർ ബോണസ് ആയിട്ട് കൊടുക്കും. നല്ല ശതമാനം കമ്പനീസും വലിയ കമ്പനീസും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ഒത്തിരി റിസർവ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ റിസർവിനെ പതുക്കെ അവരെടുത്തിട്ട് ബുക്ക് എൻട്രി ഇട്ട് അവിടെ നിന്നെടുത്ത് ക്യാപിറ്റൽ ഇടും. അങ്ങനെ ഇടുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ബോണസ് ഷെയർസിന്റെ സോഴ്സ് നമുക്കറിയാം, ഫ്രീ റിസർവ്സ് ഉണ്ട്, അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ക്യാപിറ്റൽ റിഡംഷൻസ്. അക്കൗണ്ടൻസി പരമായ കാര്യങ്ങളൊന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതിനെക്കാട്ടിലും എടുക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും ബോണസ് ഷെയർസ് ഇഷ്യൂ ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടുള്ള കാര്യം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മറക്കരുത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വിധപ്പെട്ട ഏരിയാസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തു, ലിറ്റിഗിറ്റി കാര്യങ്ങളൊട്ടൊന്നും സാർ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒത്തിരിപ്പെട്ട ഒരു വിധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടച്ച് ചെയ്യേണ്ട കൺസെപ്റ്റ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ബൈബാക്ക് ആണ് അടുത്ത് വരുന്നത്. ബൈബാക്കിലോട്ട് ഈ സെഷനിൽ പോകണോ വേറെ സെഷനിൽ പോകണോ നമുക്ക് ആലോചിക്കാം. പിന്നെന്താണ്, പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ അമെൻമെന്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ചാറ്റ് ബോക്സ് ചെയ്ത് നോക്കാം. സർ എന്ത് കൊണ്ട് എന്നാണ്, മലയാളമാണോ ഇംഗ്ലീഷാണോ? രണ്ടും ഉണ്ട്. ഇംഗ്ലീഷ് എന്തുകൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ബോണസ് ഇഷ്യൂ ചെയ്യാത്ത? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തായാലും ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അങ്ങോട്ടല്ലേ കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് അവർക്ക് അത് കൂടുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി ബെനിഫിറ്റ് ഒന്നുമില്ല. ഷെയർ വിൽക്കുമ്പോൾ മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ എന്താണ്, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല. ക്രിസ്റ്റി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മെസ്സേജ്. അടുത്താരാണ്? അത് ഗെയിൻ അമലാണ് എന്താണ് ഇരിക്കുന്നത്. യെസ്, 75% ഡിഫറൻഷ്യൽ റൈറ്റ്സ്. അതിന്റെ അമെൻമെന്റ് ചെക്ക് ചെയ്യണം. അത് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഇപ്പം വരുന്ന എക്സാമിനെ കുറിച്ചാണ്. ഈ വരുന്ന എക്സാമിൽ അത് ആപ്ലിക്കബിൾ ആണോ ചെക്ക് ചെയ്യുക. അത് സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടി അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 75% അമെൻഡ് ചെയ്യുന്നുള്ള ശരിയാണ്. പക്ഷെ അതിന്റെ ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ എടുക്കുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ എന്റെ മുമ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ചാൻസ് എക്സാമിനാണ്. ആ ചാൻസ് എക്സാമിൽ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ. പക്ഷെ അതിന് ചില കണ്ടീഷൻസ് അഡീഷണൽ ആയിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അമെൻമെന്റ് പ്രോസസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട്. മറ്റൊന്ന് രണ്ട് എഴുതി എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് സർ, കമ്പനി അക്കൗണ്ട്സ് വേണം, ഐ ഡോണ്ട് നോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്കൊന്ന് വലിയൊരു ഗൗരവപരമായ ഡൗട്ട് എന്നാണ്. എനിക്കൊരു പേഴ്സണൽ ചാറ്റ് വിൻഡോ ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാവരും കുറെ സിലബസ് ആണ് പറയുന്നത്, അതെടുക്കൂ ഇതെടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആവശ്യത്തിന് അതേ ഞാൻ എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ അല്ലേ. ഓക്കെ, ബൈബാക്കിനെ കുറിച്ച് കൂടി ഒരു ഓവർവ്യൂ നമുക്ക് ബൈബാക്കിന് കൂടെ ചേർന്നാലേ ഈ ചാപ്റ്റർ തീരത്തുള്ളൂ അല്ലെ. അറൗണ്ട് 3/4 മണിക്കൂറായി. ബൈബാക്കിനെ കുറിച്ചും കൂടെ ഡിസ്കസ് ചെയ്യാം. റൈറ്റ്സ് ഇഷ്യൂ പറയാമോ സർ? റൈറ്റ്സ് ഇഷ്യൂ എന്നൊക്കെ അറിയാന്നുള്ള ഏരിയ നോക്കട്ടെ. സമയത്തിന്റെ അകത്ത് തീർക്കുന്നുണ്ടെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂലോട്ടും വരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അമെൻമെന്റിനെ കുറിച്ച് മറക്കരുത്. അമെൻമെന്റ് നമ്മൾ എപ്പോഴും ലോയൽ അമെൻമെന്റ് പഠിക്കുമ്പോൾ അമെൻമെന്റ് നെറ്റിൽ വരും, യൂട്യൂബിൽ വരും, അതേപോലെ തന്നെ വാട്സപ്പിൽ വരും. അതെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ എക്സാമിന് 6 മാസം മുമ്പ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് മാത്രമേ പഠിക്കാവൂ. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഈ സമയം ക്ലാസ് എടുക്കുന്ന സമയം എന്താണ് 2020 മെയ്യിലെ എക്സാമിന്റെ സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്തിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അത് പ്രകാരം നിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കബിലിറ്റി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 മാസം മുമ്പുള്ള അമെൻമെന്റ്സ് മാത്രമേ നമ്മൾ പഠിക്കാവൂ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം എഴുതാൻ. തെറ്റൊന്നുമില്ല അമെൻമെന്റ്സ് പഠിക്കുന്നതിൽ. എപ്പോഴും അമെൻഡ് ചെയ്ത് പഠിക്കും, നമ്മൾ പഠിക്കും. പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ ആ ടൈമിൽ ഏതാണോ അമെൻമെന്റ്, ഏത് എക്സാമിന് ആപ്ലിക്കബിൾ ആണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി നമുക്ക് ബൈബാക്കിലോട്ട് പോയിട്ട് ഞാൻ വരാം. യെസ്, സെക്ഷൻ 68 മുതൽ 70 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 68 മുതൽ 70 വരെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കമ്പാരിറ്റീവ്ലി ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ബൈബാക്ക് എന്നുള്ള കാര്യം മറക്കരുത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ബൈബാക്ക് കുറച്ച് കാര്യമായിട്ടൊന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. അത് ഒരുപക്ഷെ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നൊല്ലിൽ നോക്കി പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ബൈബാക്ക് പഠിക്കുമ്പോൾ ഒരു അക്കൗണ്ടൻസ് ബാക്ക്ഗ്രൗണ്ടോട് കൂടി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനർത്ഥം എന്ന് വെച്ചാല് എന്താ പറയാ, കുറച്ചുകൂടി പ്രാക്ടിക്കൽ
ായിട്ട് പഠിച്ചു പോകുന്നത് നമുക്കൊരു പക്ഷെ ഒരു ഓൺലൈൻ ക്ലാസ് മോഡിൽ നമുക്കത് പറ്റുന്ന വരത്തില്ലെങ്കിൽ പോലും എന്താണ് നമ്മൾ കുറച്ചുകൂടിയൊക്കെ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക എക്സ്പെർട്ട് ആയിട്ട് പഠിക്കും. എങ്കിലും സാറ് കുറച്ചുകൂടി എന്താണ് ഒരു ഓവറോൾ വ്യൂ നല്ലതിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എന്താണ് ബൈബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ഷെയർസ് മാർക്കറ്റിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സ് നിന്നും തിരിച്ചു മേടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് അപ്പോൾ ഇഷ്യൂ ചെയ്തത്? ഒരിക്കൽ ഇഷ്യൂ ചെയ്തപ്പോൾ അതിന്റെ വാല്യുവേഷൻ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും പരമാവധി കുറഞ്ഞ് ട്രേഡ് ചെയ്യുമ്പോഴാണ് പൊതുവെ നല്ല കമ്പനികളെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്? ബൈബാക്ക് ചെയ്തിട്ടുള്ളത്. ബൈബാക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. കമ്പനീസ് ആക്ടിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് അപ്ലൈ ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബൈബാക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബൈബാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒത്തിരി നമ്മുടെ ലീഗലായിട്ടുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആസ് ടു വൈ എ കമ്പനി ഈസ് ഗോയിങ് ഫോർ എ ബൈബാക്ക്. കമ്പനീസ് ബൈബാക്ക് ചെയ്യാൻ കാര്യം ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ഷെയർസിന്റെ മൂല്യം ഇൻട്രിൻസിക് വാല്യൂക്കാട്ടിലും ആ ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂവിനെക്കാട്ടിലും താഴെ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താഴ്ന്നു പോകുമ്പോൾ അതിന്റെ വാല്യൂ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, അതിന്റെ മൂല്യം തിരിച്ചു പിടിക്കാനായിട്ട്, അതിന്റെ വാല്യുവേഷൻ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഷെയർ തിരിച്ചെടുക്കും. അപ്പൊ ഇത് ടെക്നിക്കലി പറഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെക്നിക്കലി ആയിട്ട് വേണമെങ്കിൽ പറയാം. കമ്പനിയുടെ മൂല്യത്തിന്, കമ്പനിയുടെ വാല്യൂ, ഷെയറിന്റെ വാല്യൂവിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ EPS ആണ്, അല്ലെ? ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അപ്പൊ ഏർണിംഗ്സ് പെർ ഷെയറിന്റെ ഒരു ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്പർ ഓഫ് ഷെയർസ് ഡിവൈഡ് ബൈ LTV എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങൾ അക്കൗണ്ട്സ് നോക്കിയാൽ when you buy back shares, when you take some shares from the market back, demand in the market will be increasing, resulting the value of the shares will also increase. So I'll let you make it very clear. One of the very important technical reason why companies resort to buyback of shares is in order to regain the value, in order to improve the valuation of the balance shares in the market. കമ്പനിയുടെ ഷെയർസിന്റെ മൂല്യം ഒരു പരിധിക്ക് മുകളിൽ, പ്രത്യേകിച്ച് ഇൻട്രിൻസിക് വാല്യൂവിന് മുകളിൽ താഴ്ന്നു പോകുമ്പോൾ അതിന്റെ മൂല്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഷെയർസ് നമുക്ക് തിരിച്ചെടുക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ബൈബാക്ക് ഒരു നല്ലൊരു ലക്ഷണമല്ല, അല്ലേ? കാരണം എന്താണ്? ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ഷെയർസ് ആ പൈസ തിരിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ലോങ് ടേമിൽ പോകാൻ സാധ്യതയില്ല എന്നുള്ള ധ്വനിയാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ബൈബാക്ക് ആലോചിച്ചിരിക്കുന്നത്. ബൈബാക്കും റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും സഹോദരന്മാരാണെന്ന് മറക്കരുത്. ബൈബാക്ക് കൊണ്ടും റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ കൊണ്ടും അൾട്ടിമേറ്റ്ലി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കുറയും, അല്ലെ? കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക എന്ന് അർത്ഥം എന്തുവാ? നിങ്ങൾ ഏകദേശം തിരിച്ച് പാക്ക് ചെയ്ത് പോകണം. അപ്പോൾ കമ്പനിയുടെ സോൾവൻസി ഒരു കാരണവശാലും ഇത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും ലിമിറ്റ്സും ആണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്? ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസിന്റെ പ്രൊവിഷൻസിൽ കമ്പനീസ് ആക്ടിൽ വെച്ചിരിക്കുന്നത്. ഒത്തിരി സമയം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പൊ 1 മണിക്കൂർ ആയ ക്ലാസ്, അല്ലെ? എങ്കിൽ പോലും ചില ഏരിയാസ്, മേജർ ആയിട്ടുള്ള ഏരിയാസ് ഞാൻ പറഞ്ഞ് പോവാം. ബൈബാക്കിനെ കുറിച്ച് ഒത്തിരി കുട്ടികൾ എന്താ പറയാ കമ്പാരിറ്റീവ്ലി എനിക്കൊന്ന് ഷെയർ ക്യാപിറ്റൽ ചാപ്റ്ററിൽ ഒത്തിരി നല്ലതിൽ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ബൈബാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോട് എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ചില ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം, അല്ലേ? Buyback എന്താണെന്ന് പറഞ്ഞു. I told you buyback means buying back the shares already or securities already issued by the company in order to improve the valuation of the balance shares in the market. So that's it. നമുക്കറിയാം TCS ആണ് ഇന്ത്യയിലെ എന്താണ് ബൈബാക്ക് ആക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, ബൈബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രൊവിഷൻസ് ഓവറായിട്ട് സാർ പറഞ്ഞു പോവാം. സോ ദാറ്റ് ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്ത് പോവാം. സെക്ഷൻ 68 തൊട്ട് 70, സെക്ഷൻ 68 മുതൽ 70 വരെയാണ് ബൈബാക്ക് ഡീൽ ചെയ്യുന്നത്. ഓവറോൾ ആയിട്ടുള്ള ക്വിക്ക് റിവിഷനിലാണ് ബൈബാക്ക് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് സ്റ്റഡി മെറ്റീരിയൽ നല്ല സ്റ്റഡി മെറ്റീരിയലോ പ്രൈവറ്റ് ബുക്കോ പഠിക്കാം. ഓക്കെ, ആദ്യം പഠിക്കേണ്ട സോഴ്സസ് ഓഫ് ബൈബാക്ക് ആണ്. ബൈബാക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ബൈബാക്ക് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യാനായിട്ട് ബുക്ക് എൻട്രി ഇടാനായിട്ട് നമുക്ക് 3 സോഴ്സാണ്. പൈസ അല്ല, ബുക്ക് എൻട്രി ഇടാനായിട്ട് 3 സോഴ്സുമാണ്. ഒന്ന് ഫ്രീ റിസോഴ്സ്, 2 SPA സെക്യൂരിറ്റീസ് പേയ്മെന്റ് കൊണ്ട് 3 പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ. ഇതിൽ ഫ്രീ റിസോഴ്സ് ബുക്ക് എൻട്രി ആണ്, ബാക്കി 2 പൈസയാണ്, അല്ലെ? അപ്പൊ ഒന്നും പറയാം, there are 3 sources of buyback. 1 is free resource, 2 is securities premium, and 3rd one is proceeds of earlier issue. അത് പറഞ്ഞു കഴിഞ്ഞു. കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക് ആണ് കുട്ടികൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. 2, കമ്പനി ബൈബാക്ക് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് ഫ്രീ റിസോഴ്സിന്റെ 25% താഴെയാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷനും 25% മുകളിൽ പറ്റത്തില്ല എന്നുള്ളത് മറക്കരുത്. എങ്കിൽ പോലും അപ് ടു 25% ലെസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ബൈബാക്ക് ചെയ്യാൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ മതിയാവും. 10% വരെ മാത്രമാണ് ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ബോർഡ് റെസൊല്യൂഷൻ മതി. ഞാൻ ഒന്നുകൂടി പറയാം,
The difference, there are two types of buyback. One is up to 25% of PUC plus FR plus SPA, that is PUC paid up capital, FR free resource plus SPA securities premium account. അതിന് 25% വരെ മാത്രമാണ് നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. അത് ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്നാൽ 25% വരെ പോകുന്നില്ല, 10% വരെ മാത്രമേ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബോർഡ് മീറ്റിംഗ് തന്നെ ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് എന്ത് ചെയ്യാം, എന്താണ് ബൈബാക്ക് ചെയ്യാവുന്നതാണ് പറഞ്ഞു. അപ്പൊ ചില ചോദിക്കും 25% മുകളിലോ? 25% മുകളിൽ ബൈബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. 25% മുകളിലും നിങ്ങൾക്ക് ഷെയർ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബെറ്റർ വേ ഈസ് ടു ഗോ ഫോർ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. അപ്പൊ അത് പറഞ്ഞു. ഈ 25% പറയുമ്പോൾ അതിനകത്ത് മറക്കരുത്, 25% ഒരു വർഷത്തേക്കാണെന്നുണ്ടെങ്കിലും ഈ നമ്മൾ കോമൺ ആയിട്ട് പറയുമെങ്കിൽ ആ ഒരു വർഷം 25% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 25% മുകളിൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. ഐ റിപ്പീറ്റ് അഗെയിൻ, 25% എന്ന് പറയുന്നത് ആർക്കാണ് പവർ? ഷെയർ ഹോൾഡേഴ്സിനാണ് പവർ. 25% ബൈബാക്കിന് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ പവർ ഉള്ളൂ. 25% വരെ അപ് ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസോഴ്സ് നെറ്റ്വർത്ത് എന്ന് പറയാം അല്ലെ. നെറ്റ്വർത്തിന്റെ 25% വരെ ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25% വരെ ബൈബാക്ക് ആണെങ്കിൽ ഷെയർ ഹോൾഡറിന് പെർമിഷൻ വേണം. പക്ഷെ അങ്ങനെ ബൈബാക്ക് മറക്കരുത്. ഒരു വർഷം എടുക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് അല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം എഗെയിൻ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്, 25% എന്ന് പറയുന്നത്. സോ it is happy that you are going to buy back up to 25% of your paid up capital, free resource and securities premium, but we are happy. But mind you that in a particular year the equity capital buyback should not exceed 25%. and അകത്തൊരു 25% ലിമിറ്റ് പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ മറന്നു പോകരുത്. പിന്നെ ബോർഡിന്റെ കേസ് പറയുമ്പോൾ, ബോർഡ് റെസൊല്യൂഷൻ പറയുമ്പോൾ ഒരുപാട് പേര് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിന്റെ 10% ആണ് ബോർഡ് റൂട്ട് പറയുന്നത്. നമ്മൾ രണ്ടായിട്ട് പറയാം, ബോർഡ് റൂട്ടും ഷെയർ ഹോൾഡേഴ്സ് റൂട്ടും. ബോർഡ് റൂട്ട് ആണെങ്കിൽ 10%, ഷെയർ ഹോൾഡേഴ്സ് റൂട്ട് ആണെങ്കിൽ 20%. 20 മുകളിൽ പോയെന്നുണ്ടെങ്കിൽ ഇതിലേ നിൽക്കത്തില്ല, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലോട്ട് പോകും. ബോർഡ് റൂട്ടിൽ പോകുമ്പോൾ 10% ആണ്. പക്ഷെ മറക്കരുത്, 10% എടുക്കുമ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസോഴ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണെന്ന് മറക്കരുത്. അവിടെ പ്രിഫറൻസ് ബൈബാക്ക് ചെയ്യാൻ പറ്റൂല. ഒന്നുകൂടി പറയാം, ബോർഡ് റൂട്ടിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബൈബാക്ക് ചെയ്യാൻ പറ്റൂല. കമ്മിങ് ടു ഷെയർ ഹോൾഡേഴ്സ് റൂട്ടിലാണെങ്കിൽ 25% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. അവിടെ ഇക്വിറ്റിയും പറ്റും, പ്രിഫറൻസും പറ്റും, ഒബ്വിയസ്ലി ഫ്രീ റിസോഴ്സും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ 25% ഓഫ് PUC എന്ന് പറയുന്നത് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഉണ്ടാവും, എന്നാൽ പ്രിഫറൻസ് ഉണ്ടാവും. പക്ഷേ 25% ഒരു ലിമിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് റൂട്ടിൽ ബൈബാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം എന്താണ്, ഒരു വർഷം എടുക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും 20% മുകളിൽ കൂടാനും പാടില്ല. ഈ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മാത്രമേ സാർ പ്രത്യേകം പറഞ്ഞെടുത്തുള്ളൂ. വാട്സാപ്പിലൊക്കെ ചോദിച്ചാൽ പറയാം. അല്ലാതെ ഓവറോൾ ആയിട്ട് ക്വിക്ക് റിവിഷൻ ഇത്രയും പറയത്തുള്ളൂ. വേണമെങ്കിൽ ആ ഏരിയ എന്റെ പൊന്നു കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ബൈബാക്ക് 2 റൂട്ടാണ്, ഒന്ന് ബോർഡ് റൂട്ടും 2 ഷെയർ ഹോൾഡേഴ്സ് റൂട്ടും. ബോർഡ് റൂട്ട് എന്ന് വെച്ചാൽ ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മതി ബോർഡ് മീറ്റിംഗിൽ, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് വിളിക്കേണ്ട ആവശ്യമില്ല. ബോർഡ് റൂട്ടിൽ നിങ്ങൾ ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 10%. ഏതിന്റെ 10%? ഇക്വിറ്റി ക്യാപിറ്റൽ, ഫ്രീ റിസോഴ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. കണ്ടോ, ഇവിടെ പ്രിഫറൻസ് ക്യാപിറ്റൽ ഇല്ല. അതുകൊണ്ട് തന്നെ ബോർഡ് റൂട്ട് വഴി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബൈബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഗോട്ട് ഇറ്റ്? ഞാൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് വഴി ചെയ്യുന്നതാണ്. അതിനാണെങ്കിൽ 25% വരെ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടും. പക്ഷേ 20% ടോട്ടൽ ക്യാപിറ്റലാണെങ്കിൽ ഇക്വിറ്റിയും പറ്റും, പ്രിഫറൻസും പറ്റുന്ന കാര്യം മറക്കരുത്. ടോട്ടലാണ് പറഞ്ഞത്. പക്ഷെ അവിടെ വേറൊരു കണ്ടീഷൻ ഉള്ളത്, ഒരു വർഷം എടുക്കുമ്പോൾ ഇക്വിറ്റിന് 20% മുകളിൽ പോകാനും പാടില്ല എന്നാണ് അത് പറഞ്ഞത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ബൈബാക്ക് സംഭവം കേൾക്കാൻ കൊള്ളാണെന്നുണ്ടെങ്കിലും സ്ട്രിഞ്ചൻ ലോസ് ആണ് എൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നിർത്തി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ലിമിറ്റ്സ് ഒക്കെ സാർ പറഞ്ഞു. പിന്നെ നിങ്ങൾക്കറിയാം, ഒരു ബൈബാക്ക് ബോർഡ് റൂട്ട് കഴിച്ചുമ്പോൾ ഒരു ബൈബാക്ക് മറ്റു ബൈബാക്ക് തമ്മിൽ 360 ദിവസത്തിന് ഗ്യാപ്പ് വേണമെന്ന് പറയുന്നത് അത് നിങ്ങൾക്കറിയാം. പോസ്റ്റ് ബൈബാക്ക് ഡെറ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ. എന്താണ് ഡെറ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ? 2:1 2 ലക്ഷമാണ് ഡെറ്റ് ആണെങ്കിൽ 1 ലക്ഷമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ അല്ലെ. അപ്പോ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്, പോസ്റ്റ് ബൈബാക്ക്, അത് ബൈബാക്ക് കഴിയുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പോസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ പോസ്റ്റ് ബൈബാക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ പാടില്ല. അതൊരു അക്കൗണ്ടൻസി ഏരിയ ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ് ഏരിയ ആണെങ്കിലും ശ്രദ്ധിക്കണം. പോസ്റ്റ് ബൈബാക്ക് ഒരിക്കലും 2:1 മുകളിൽ പോകാൻ പാടില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ഷെയർസും ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ഷെയർസും ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയാലേ ബൈബാക്കിൽ പോകാൻ പാടുള്ളൂ. അതിനർത്ഥം പാർട്ടി പെയ്ഡ് അപ്പ് ഷെയർസ് ഉള്ളപ്പോൾ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ബൈബാക്ക് കമ്പനീസ് ആക്ടിലെ കമ്പനീസ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് റൂൾസ് പാലിക്കുന്നതിന് പുറമെ സെബിയുടെ സെബി ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ സെബി ഗൈഡ് ലൈൻസ്, ബൈബാക്ക് ബന്ധപ്പെട്ട് സെബി ഗൈഡ് ലൈൻസ് കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണം. പിന്നെന്താണ്, ഒരു ബൈബാക്ക് കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിനകത്ത് വീണ്ടും ബൈബാക്കിന് പോകാൻ പാടില്ല. നിങ്ങൾക്കറിയാം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും വേറെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. 12 months നിങ്ങൾക്കറിയാം.
ഫ്രഷ് ഇഷ്യൂ അതിനകത്ത് വേറൊന്നും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. എങ്കിലും ആരെയെന്ന് ബൈബാക്ക് ചെയ്യാന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് ബൈബാക്ക് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണേറ്റ് ബേസിസ് ആണ്. അതാണ് 100% കമ്പനീസ് ബൈബാക്ക് ചെയ്യുന്നത്. 1:3, 1:5, 5 ഷെയർ വെച്ചിരിക്കുന്നതിന് ഒരു ഷെയർ മേടിക്കും. 1:7, 7 ഷെയർ വെച്ചിരിക്കുന്നതിനും ഒരു ഷെയർ മേടിക്കും. ഇങ്ങനെ പ്രൊപ്പോർഷണേറ്റ് ബേസിൽ നമുക്ക് ചെയ്യാം. 2 ഓപ്പൺ മാർക്കറ്റ് ചെയ്യാം. ഓപ്പൺ മാർക്കറ്റ് ചെയ്യാൻ വെച്ചാൽ കമ്പനിക്ക് തന്നെ കമ്പനിയുടെ ഡിമാൻഡ് അക്കൗണ്ട് വഴി ഓപ്പൺ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിന് ബൾക്കായിട്ട് ഷെയർ ചെയ്യാൻ മേടിക്കാം. പിന്നെ സെലക്ട് ആയിട്ടുള്ള ഷെയർ മേടിക്കുക. എങ്ങനെയാണ്? എംപ്ലോയീസിന് മാത്രം കൊടുത്തിരിക്കുന്ന ഷെയർ, സർട്ടിഫിക്കറ്റ് വഴിയോ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ വഴിയോ എംപ്ലോയീസിന് മാത്രം കൊടുത്തിരിക്കുന്ന ഷെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈബാക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഫ്രം ഹൂം എന്ന് ചോദിച്ചാൽ 3 പേരുന്ന 3 കാറ്റഗറിയിൽ നിന്നാണ് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ. 1 നമുക്ക് പ്രൊപ്പോർഷണൽ ബേസിൽ മേടിക്കാം. 2 ഓപ്പൺ മാർക്കറ്റിന് മേടിക്കാം. 3 എംപ്ലോയീസിനോ അല്ലെങ്കിൽ എന്താണ് സർട്ടിഫിക്കറ്റ് ഷെയർസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഷെയർസ് മാത്രം നമുക്ക് മേടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ബൈബാക്ക് ഒരിക്കലും ഏതിന്റെ സിഗ്നൽ ആവരുത്? ഇൻസോൾവൻസിയുടെ സിഗ്നൽ ആവരുത്. അതുകൊണ്ട് യു ഹാവ് ടു പ്രൂവ് ടു ദി ലോ ദാറ്റ് യു ആർ എ സോൾവെന്റ് കമ്പനി. അതുകൊണ്ട് തന്നെ ബൈബാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ ബൈബാക്ക് ചെയ്യുമ്പോൾ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി DOS എന്ന് പറയുന്ന ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കണം. ROCയിൽ ഫയൽ ചെയ്യണം. എന്താണ് ആ ഡോക്യുമെന്റ് ഉദ്ദേശിക്കുന്നത്? ബൈബാക്ക് ചെയ്യുന്നുണ്ട് 1 വർഷത്തിനകത്ത് കമ്പനിക്ക് വരുന്ന എല്ലാ ലയബിലിറ്റി നിങ്ങൾ കൊടുത്തേക്കാം. ഞങ്ങൾ സോൾവെന്റ് ആണ്, ഞങ്ങൾ ഇൻസോൾവെന്റ് അല്ല, ഞങ്ങൾ അടച്ചുപൂട്ടത്തില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി പറയാം, ബൈബാക്കിന്റെ ഉദ്ദേശം നമ്മൾ ഇൻസോൾവെന്റ് ആവാൻ പോകുന്നല്ല. നമ്മൾ സോൾവെന്റ് ആണ്, പക്ഷെ കമ്പനിയുടെ വാല്യൂഷൻ ഒന്ന് കൂപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബൈബാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി എന്നൊരു ഡോക്യുമെന്റ് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബൈബാക്കിന് അനുവദിക്കുന്നു. ആ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി 2 ഡയറക്ടർമാർ ഒപ്പിട്ടിരിക്കണം. അതിലൊരു ഡയറക്ടർ MD ആയിരിക്കണം. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ബൈബാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ബൈബാക്ക് ചെയ്യുമ്പോൾ ബൈബാക്ക് ചെയ്ത ഷെയർസ് ഫിസിക്കലി നമ്മൾ എന്തിരിക്കണം? നമ്മൾ എസ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കണം. ബൈബാക്ക് ചെയ്ത ഷെയർസ് ഫിസിക്കലി നമ്മൾ എന്തിരിക്കണം? നശിപ്പിച്ചിരിക്കണം. ബൈബാക്ക് ഫിസിക്കലി നമ്മൾ എന്തിരിക്കണം? നമ്മൾ എസ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കണം. കിട്ടി 7 ദിവസത്തിനകത്ത് ബൈബാക്ക് എന്ത് ചെയ്ത ഷെയർസ് നമ്മൾ ഫിസിക്കലി കളഞ്ഞിരിക്കണം. അതിന് പ്രാക്ടിക്കലായിട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയോ പ്രാക്ടീസ് ചാർട്ട് അക്കൗണ്ട് ഫ്രണ്ടിൽ വെച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കൂളിംഗ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. കൂളിംഗ് പീരീഡ് എന്നൊരു ഏരിയ ഉണ്ട്. അടുത്തുള്ള ഒരു ഏരിയയാണ് കൂളിംഗ് പീരീഡ്. കൂളിംഗ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ബൈബാക്ക് ചെയ്താൽ കൈക്ക് പൈസ ഒന്നും ആവശ്യമില്ല, നമ്മൾ ബൈബാക്ക് ചെയ്തല്ലേ. അപ്പൊ ഒരുക്കെ ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 6 മാസത്തേക്ക് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പുതിയൊരു ഇഷ്യൂ നടത്താൻ പാടില്ല. എന്ത് ഇഷ്യൂ നടത്താൻ പാടില്ല? ഫർദർ ഇഷ്യൂ നടത്താൻ പാടില്ല, റൈറ്റ്സ് ഇഷ്യൂ നടത്താൻ പാടില്ല, ഫർദർ ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന പരിപാടികൾ ചെയ്യാൻ പാടില്ല 6 മാസത്തേക്ക്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ? നമ്മളെ ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഓൾറെഡി നമ്മൾ കമ്മിറ്റ് ചെയ്ത ചില കാര്യങ്ങൾ കാണാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറ്റും. എന്താ പറയാ, നമ്മൾ കൺവേർഷൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അത് നമുക്ക് പറ്റും. കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്താണ് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ള ഫുള്ളി കൺവേർട്ടഡ് ഡിബെഞ്ചറോ പാർട്ട്ലി കൺവേർട്ടഡ് ഡിബെഞ്ചറോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൺവേർഷൻസ് ഓപ്ഷൻസ് ഒഴിച്ച് ബാക്കി ഒരു പബ്ലിക് ഇഷ്യൂസും ഫ്രഷ് ഇഷ്യൂസും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? 6 മാസത്തേക്ക് നടത്താൻ പാടില്ല. കാരണം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൂളിംഗ് പീരീഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. മറക്കരുത്. സോ ദർ ഇസ് എ കൂളിംഗ് പീരീഡ്. ഒരിക്കൽ ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് നമ്മൾ 6 മാസത്തിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്താൻ പാടില്ല. എക്സെപ്റ്റ് കൺവേർട്ട് ചെയ്യാം, സ്വറ്റിക്കൽ ഇഷ്യൂ ചെയ്യാം അല്ലെ. അങ്ങനെ നമ്മൾ ഓൾറെഡി നിബന്ധനകൾ ഉള്ള, പണ്ടും നമ്മൾ നിബന്ധനകൾ ചെയ്തിട്ടുള്ള കൺവേർഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും ഒത്തിരി ഫോം ഉണ്ട് പഠിക്കാനായിട്ട്. ഫോം ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇൻക്രിമെന്റൽ അറിയില്ലെങ്കിൽ SS9, SS10, SS11, SS15 എന്നൊക്കെ ഇഷ്ടംപോലെ ഫോംസ് ഉണ്ട്. അതുകൊണ്ട് റെഫർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. റിട്ടേൺ ഫയൽ ചെയ്യണം, ഒബ്വിയസ്ലി റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലെ. നമ്മൾ എന്താണ് ഒരു ബൈബാക്ക് ചെയ്യുമ്പോൾ പബ്ലിക് ഇഷ്യൂ നടക്കുമ്പോൾ PSC ഫയൽ ചെയ്തപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബൈബാക്ക് ചെയ്യുമ്പോഴും 30 ദിവസത്തെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് റിട്ടേൺ ഓഫ് ബൈബാക്ക് ഫയൽ ചെയ്തിരിക്കണം. ഇല്ലാത്ത പക്ഷം പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബൈബാക്ക് ചെയ്യുന്നത് ഫ്രീ റിസോഴ്സ് ആണെങ്കിൽ തുല്യമായ എമൗണ്ട് നമ്മൾ സെക്ഷൻ 69 പ്രകാരം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ആ എമൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിലോട്ട് നമ്മൾ എന്താണ് അത് മാറ്റിയിടണം. ബുക്ക് എൻട്രി പർപ്പസിന് വേണ്ടി മാത്രമാണ്. അക്കൗണ്ടൻസി പഠിക്കുന്നത് മനസ്സിലാവും. അവസാനമായിട്ട് പ്രൊഹിബിഷൻ ഓഫ് ബൈബാക്ക് ആണ് സെക്ഷൻ 70. സബ്സിഡറി കമ്പനി വഴിയോ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വഴിയോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ബൈബാക്ക് ചെയ്യാൻ പാടില്ല നിബന്ധന ഉണ്ട്. എന്തായാലും ബൈബാക്കിന്റെ ഓവറോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നത് ഒരു ക്വിക്ക് റിവിഷൻ മോഡാണ്. എന്തൊക്കെ ഏരിയ എവിടെയൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് കൺസെപ്റ്റ് എന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന ഒരു ഏരിയ, ഒരു മെത്തേഡാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. റെഗുലർ ക്ലാസ് പോലെ ഇൻട്രിഗസ് ആയിട്ട് അനലൈസ് ചെയ്ത് കടിച്ചാപ്പൊട്ടൊക്കെ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ തൽക്കാലം ഈ മോഡിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിക്കാനും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു ഐ ഓപ്പറായിട്ടുമായിരിക്കും ഈ ക്ലാസ്സുകൾ നമ്മൾ വിഭാവന ചെയ്യുന്നത്.
ഇത്രയേ ഉള്ളൂ സാറിന് പറയാനുള്ളത്. കാരണം ഒരുപാട് ഏരിയസ് എല്ലാം ടച്ച് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്താണുള്ളത്? ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഈ ചാപ്റ്റർ പടി SCD ചാപ്റ്റർ ഇത് തന്നെ ധാരാളം. ഇത്ര പോലും സാധാരണ കുട്ടികൾ പഠിക്കാറില്ല. പിന്നെ ഉള്ള ഡിബഞ്ചർ ആണ്. സെക്ഷൻ 71 പുതിയ വലിയ ചോദ്യം ചോദിക്കുന്ന ഏരിയ അല്ല ഡിബഞ്ചർ. എങ്കിലും നിങ്ങൾക്ക് ഷെയറിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിബഞ്ചർ. ഷെയർ ഓണർഷിപ്പ് ആണ്, ഡിബഞ്ചർ കടമാണ്. ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കും, ഡിബഞ്ചറിന് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും. ഷെയറിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ പ്രോഫിറ്റ് ഉണ്ട് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കത്തുള്ളൂ. പക്ഷേ ഡിബഞ്ചറിനെ സംബന്ധിച്ചുള്ള ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രോഫിറ്റ് യു ഹാവ് ടു പേ ഇൻട്രസ്റ്റ്, അല്ലെ, പലിശ കൊടുത്തേ പറ്റും. അതുകൊണ്ട് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ എപ്പോഴും ടാക്സ് പർപ്പസ് നോക്കുമ്പോൾ ഡിബഞ്ചർ ആണ് നല്ലതെന്നാണ് പറയുന്നത്. ഓണർഷിപ്പ് എന്ന് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ബർഡൻ ആണ്. അത് മാനേജ്മെന്റിലെ ഇൻഫ്ലുവൻസ് ചെയ്യും, മാനേജ്മെന്റിലെ പാർട്ടിസിപ്പേഷൻ കിട്ടും. പക്ഷേ ഡിബഞ്ചറിനെ സംബന്ധിച്ചുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ് മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അവർക്കുള്ള പലിശ കൊടുത്തു പോകുന്നതാണ് നല്ലത്. പലിശ കൊടുക്കുന്ന അക്കൗണ്ടൻസി പരമായിട്ട് ടാക്സ് പരമായിട്ട് നല്ലതാണ്. കാരണം ഡെബിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ, P&L ഡെബിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടാക്സ് പ്രൊപ്പോർഷൻ, ടാക്സ് ബർഡൻ കമ്പാരിറ്റീവ്ലി കുറയും. അപ്പോൾ വിച്ച് ഈസ് ദ ബെസ്റ്റ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ ഇക്വിറ്റി ആണോ ഡിബഞ്ചർ ആണോ ചോദിച്ചാൽ പൊതുവെ ഫിനാൻസുകാർ പറയുന്നത് ഡിബഞ്ചർ ആണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെർവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, പ്രാക്ടിക്കലി കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ഒരു പെർമനന്റ് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെക്കാട്ടും നല്ല ഡിബഞ്ചർ എന്നാണ് പറയുന്നത്. ഡിബഞ്ചർ എന്താണെന്ന് നമുക്കറിയാം, കടപ്പത്രമാണ്, അല്ലെ. മറ്റത് ഓണർഷിപ്പായിട്ട് പൈസ മേടിക്കുന്നു, ഇത് കടം മേടിക്കുന്നു, അല്ലെ. നമ്മൾ നിങ്ങളെ ഓണറാക്കാമെന്ന് പറഞ്ഞ് മേടിക്കുന്ന ക്യാപിറ്റലാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളെ കടമാണ്, നിങ്ങളെ മാനേജ്മെന്റിൽ അടുപ്പിക്കുന്നത്, നിങ്ങളെ വീട്ടിന്റെ അകത്ത് കയറ്റത്തില്ല, മാനേജ്മെന്റ് അടുപ്പിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള പലിശ തരാമെന്ന് മേടിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഒക്കെ കൊച്ചു കുട്ടികളെ പോലെ എല്ലാവരും പറയാറില്ലേ, സെക്യൂർഡ് ഡിബഞ്ചർ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു, അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. കൺവെർട്ട് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്നത്. അത് ഫുള്ളി കൺവെർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ FCD, പാർട്ട്ലി കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ PCD, കൺവെർഷൻ ഇല്ലെങ്കിൽ NCD എന്ന് പറയും. ഒരു പറയാം, ഫുള്ളി കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ FCD, ഫുള്ളി കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. പാർട്ട്ലി കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ PCD, എന്താണ് പാർട്ട്ലി കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. കൺവെർഷൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ NCD, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ തിരിച്ചു കൊടുത്തേ പറ്റും. തിരിച്ചു കൊടുക്കുന്ന ഡിബഞ്ചർ റിഡീമബിളും, തിരിച്ചു കൊടുക്കാനാകാത്ത നാളുകാലത്ത് ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് നമ്മൾ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഡിബഞ്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് പൈസ തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പുവരുത്താനായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് DRR എന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഓരോ വർഷം മെച്ചൂർ ആവുന്ന പൈസ ഇത്ര ശതമാനം മാറ്റിവെക്കണം. രണ്ട്, ഡിബഞ്ചർ ട്രസ്റ്റി ഉണ്ടാക്കണം. ഡിബഞ്ചർ ട്രസ്റ്റി എന്ന് വെച്ചാൽ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കാര്യങ്ങളും താല്പര്യങ്ങളും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ ട്രസ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് വെക്കണം. അപ്പൊ രണ്ട് പ്രീ കണ്ടീഷൻസ് ഉണ്ട്, കുട്ടികളെ മറക്കരുത്. ഒന്ന്, ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. രണ്ട്, ഡിബഞ്ചർ ട്രസ്റ്റീസ് അപ്പോയിന്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ അടുത്ത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഒരുപ്പെട്ട കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു കഴിഞ്ഞു. വലിയൊരു ചാപ്റ്ററാണ്, സിമ്പിളായിട്ട് ഓവർവ്യൂ പറഞ്ഞു പോയത്. എനിക്കറിയാം നെറ്റിക്കിറ്റിലോട്ടൊന്നും പോയിട്ടില്ല, നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവൽ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നെറ്റിക്കിറ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല ബേസിക്കലി. പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന രീതിയിലും ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ അത്രത്തോളം നെറ്റിക്കിറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് ബേസിക് പിന്നെ എന്താണ് റൈറ്റ്സ് ഇഷ്യൂനെ കുറിച്ച് ചിലർ പറയുന്നുണ്ട്. റൈറ്റ്സ് ഇഷ്യൂ എന്ന് കുറിച്ച് ചിലർ ചോദിക്കുന്നുണ്ട്. റൈറ്റ്സ് ഇവിടെ ആരോ ഒരു ചാറ്റിൽ ചോദിച്ചു തോന്നുന്നു, ആരാണ് നോക്കട്ടെ, ചോദിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ചാറ്റിൽ നിങ്ങൾക്ക് കാണുന്നതിന് പുറമെ എനിക്കൊരു ചാറ്റ് വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ ഒത്തിരി മെസ്സേജസ് ഒന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കുന്നത് തന്നെ വലിയൊരു ജോലിയാണ്. ഞാൻ നോക്കട്ടെ. റൈറ്റ്സ് ഇഷ്യൂ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു പോയിട്ടുണ്ടോ ഞാൻ നോക്കാം. റൈറ്റ്സ് ഇഷ്യൂനെ കുറിച്ച് പറയാമോ? റൈറ്റ്സ് ഇഷ്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ബോണസ് ഇഷ്യൂവും റൈറ്റ്സ് ഇഷ്യൂവും രണ്ടും കൊണ്ടും ആക്ച്വലി ക്യാപിറ്റൽ ബേസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ റൈറ്റ്സ് ഇഷ്യൂവിനെ സംബന്ധിച്ചോളം നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആക്ച്വലി പൈസ വരും, നമുക്ക് പൈസയായിട്ട് തന്നെ വരും. ബോണസ് ഇഷ്യൂല് പൈസയായിട്ട് വരത്തില്ല, അത് ബുക്ക് എൻട്രി ആണ്. റൈറ്റ്സ് ഇഷ്യൂ എന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇരിക്കുന്ന ക്യാപിറ്റൽ ബേസിന് കൂട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിലുള്ള ഒരു ഇടപാടിനെയാണ് നമ്മൾ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ആ വാക്കുണ്ടോ റൈറ്റ്സ് ഇഷ്യൂ, അതിനർത്ഥം ആദ്യം അങ്ങനെ നിങ്ങൾ ക്യാപിറ്റൽ കൂട്ടുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ക്യാപിറ്റൽ കൂട്ടാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ 10 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ റൈറ്റ്സ് ഇഷ്യൂന് പോകണമെങ്കിൽ ആദ്യം ഈ 10 പേർക്ക് ഇത് ഓഫർ ചെയ്യണം. നിങ്ങൾക്ക് വേണോ, നിനക്ക് വേണോ, നിനക്ക് വേണോ, നിനക്ക് വേണോ എന്ന് ഓഫർ ചെയ്യണം. അവരെടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫർദർ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം അത് ഓഫർ ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇതിനെ പ്രിയംപ്റ്റീവ് റൈറ്റ് എന്നും റൈറ്റ് ഷെയർ ഹോൾഡേഴ്സ് എന്നും പറയാൻ കഴിയും. ഇനി എന്താ ഉള്ളത്, 15 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലെ. അതിനകത്ത് ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടയോ അല്ലെങ്കിൽ അവർ മറുപടി അയച്ചില്ലാത്ത പക്ഷം നമ്മളത് വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ വേറെ ആർക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ
കൊടുക്കുന്നു. അതായത് ഒന്നുകൂടി പറയാം, റൈറ്റ്സ് ഇഷ്യൂ ഇപ്പൊ അവർക്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ഷെയർ ആവശ്യമില്ലെങ്കിൽ അതിനെ നമ്മൾ റിനൗൺസിയേഷൻ ഓഫ് റൈറ്റ് എന്നാണ് പറയുന്നത്. എങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ വേറെ ആർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാം. റൈറ്റ്സും ബോണസും തമ്മിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ്, റൈറ്റ് ഷെയർസിൽ ക്യാപിറ്റൽ കളക്ട് ആവും, പൈസ വരും, പക്ഷെ മറ്റതിൽ എന്ത് ചെയ്യത്തില്ല, പൈസ വരത്തില്ല. ക്യാപിറ്റൽ ബേസ് ബുക്ക് ആൻഡ് റേറ്റ് കൂട്ടി. 1 മണിക്കൂറായിട്ട് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ചാപ്റ്റർ സിമ്പിളായിട്ട്. ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ വേണം. ഞാൻ നിങ്ങളുടെ ഒരു പ്രൊപ്പോഷൻ എങ്ങനെയാണ്, ടീച്ചർമാർ പറയുന്ന പ്രൊപ്പോഷൻ 1 മണിക്കൂർ ക്ലാസ് എടുത്ത് ഓവറോളായിട്ട് തീക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ 3 മണിക്കൂർ വേണം. 1:3 പ്രൊപ്പോഷനിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകേണ്ടത്. പിന്നെ അറിയാം, ബൈബാക്കിലേക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് നെറ്റിഗിറ്റീസ് പറയാനുണ്ട്. അതിൻ്റെ അത് 25-10 ഒത്തിരി കോംപ്ലിക്കേഷൻസും അതിൽ ഉണ്ട്. അതൊന്നും നമുക്കൊരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓപ്പൺ സോഴ്സ് ക്ലാസ്സിൽ അതിനെ കുറിച്ച് ഇത്രയും ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അത് റെഗുലർ മോഡ് ക്ലാസ് ആകുമ്പോൾ അല്ലേ നമുക്ക് ഓരോ ദിവസവും 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ. പക്ഷേ ബൈബാക്ക് ഞങ്ങൾ റെഗുലർ ക്ലാസ്സിലൊക്കെ സാധാരണ ഒരു 3-4 ക്ലാസ് ഒക്കെ എടുത്താണ് തീരുന്നത്. അതായത് 4 മണിക്കൂറുള്ള 4 ക്ലാസ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു 12 മണിക്കൂർ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രോബ്ലം ഇട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ സെഷൻ തീരാവുന്നു. SCD എന്നുള്ള ചാപ്റ്റർ റിക്വസ്റ്റ് ചെയ്ത് ഒരു കുട്ടി ക്രിസ്റ്റിയാണ് റിക്വസ്റ്റ് ചെയ്തത്. അതുപോലെ പലരും പേഴ്സണൽ മെസ്സേജ് അയച്ചു, അത് പറഞ്ഞു. ഇതിനു മുമ്പ് ചാർജ് ഇതുപോലെ എടുത്തു, PAS എടുത്തു. ഒരുപെട്ട കമ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ബിലു സാറ് ഓപ്പൺ സോഴ്സ് ആയിട്ട് പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട്, ക്വിക്ക് റിവിഷൻ മോഡല്. ഇനി നിങ്ങളെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹെസിറ്റേറ്റ് ചെയ്യരുത്. എന്റെ മൊബൈൽ നമ്പർ യൂട്യൂബിൽ ഉണ്ടാവും, ചോദിക്കുക. ചിലപ്പോൾ പലരും പറയുന്ന പരാതി സാറ് പറയുമെങ്കിലും മറുപടി ഒന്നും അയക്കാറില്ല. ആര് പറഞ്ഞു 1-2 ദിവസത്തിനകത്ത് മറുപടി അയക്കും, എല്ലാ ദിവസവും പറ്റും. ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് എടുക്കാമോ സാർ? നോക്കാം. ഞാൻ പറഞ്ഞത് ഓൺലൈനായിട്ട് എസ്പെഷ്യലി നെഗോഷ്യബിൾസ് ആയിട്ട് പറഞ്ഞു പഠിപ്പിക്കാൻ വലിയ പാടാണ്, അറിയാലോ അല്ലെ. അത് ബോർഡൊക്കെ വെച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ക്രോസിംഗ് ഓഫ് ചെക്ക് എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ എങ്കിലും ട്രൈ ചെയ്യാം, ഞാൻ നോക്കട്ടെ. എങ്കിലും അമൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമൽ ഞാൻ ഓവറോൾ വ്യൂ എടുത്തിട്ടുണ്ട്, നോക്കുക. അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഓവറോൾ വ്യൂ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. അതിൽ തന്നെ അത് മനസ്സിലാവും. അപ്പൊ ഒത്തിരി വീഡിയോസ് ആയി. എങ്കിലും എല്ലാവരും ഈ ഒരു ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് സന്തോഷം. അപ്പൊ ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് നോക്കട്ടെ, ഏതെങ്കിലും ഒരു നല്ലൊരു ടോപ്പിക് കൊണ്ട് വീണ്ടും വരാം. ഫൈനലുകാർക്ക് ഒത്തിരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് ഒരു തീരാറായി എങ്കിലും അതിന്റെ ഇടയിലാണ് ഇന്റർമീഡിയറ്റിന് ചെയ്യുന്നത്. പിന്നെ CS എൻട്രൻസിനുണ്ട്, അല്ലെ. അപ്പൊ ഇങ്ങനെ പല മോഡലുണ്ട്. എങ്കിലും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. കോവിഡ് സമയത്ത് വളരെ സേഫ് ആയിട്ട് ഇരിക്കുക, ഒരു റിസ്ക്കും എടുക്കരുത്. SMS അറിയാലോ അല്ലെ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ തന്നെ എന്താണ് സാനിറ്റേഷൻ, അതുപോലെ തന്നെ മാസ്ക് എല്ലാം യൂസ് ചെയ്ത് ഇരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. എപ്പോഴും ബിൽ സാറിന്റെ ഒരു ടീച്ചർ എന്നതിലുള്ള അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ചാർട്ടേഡ് അക്കൗണ്ട് ആവും, എന്തായാലും CMAക്ക് പഠിക്കുന്നതാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട് ആവും, CS പഠിക്കുന്നതാണെങ്കിൽ കമ്പനി സെക്രട്ടറി ആവും. അത് യാതൊരു സംശയമില്ല. പിന്നെ കുറച്ചുകൂടി വർക്ക് ചെയ്യണം. നമ്മൾ സ്ഥിരം പാറ്റേൺ ഒന്ന് മാറ്റണം. അതിനൊക്കെയാണല്ലോ നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ലേ. സ്ഥിരം പഠിക്കുന്നത് മാറ്റി മനസ്സിലാക്കി പഠിക്കണം. ഇപ്പൊ കഴിഞ്ഞ PAS ക്ലാസ് അറ്റൻഡ് ചെയ്ത് 1-2 പേര് മെസ്സേജ് അയച്ചത് അവർക്ക് ഇപ്പോഴാണ് ശരിക്കും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്താണെന്ന് മനസ്സിലായത്. എന്തൊക്കെയോ പഠിച്ചോണ്ട് പോയി. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സിന്റെ അർത്ഥം, ഷെൽഫ് പ്രോസ്പെക്ട്സിന്റെ അർത്ഥം സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എത്രയോ വലിയ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികളാണ്, പരീക്ഷ എഴുതാറായി, എന്നിട്ടും അവർ പറഞ്ഞത് കമന്റ് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നി. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി നിലയിൽ പഠിക്കാൻ നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഏതൊരു ടീച്ചറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല, എല്ലാ ടീച്ചേഴ്സും നല്ലത് മാത്രമേ പഠിപ്പിച്ചു തരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ക്ലാസ് റിക്വസ്റ്റ് ചെയ്തവർക്കെല്ലാം നന്ദി, ചാറ്റ് ചെയ്തവർക്കും മറ്റുള്ളവർക്കും ഇന്ന് ലൈവായിട്ട് ഇരുന്നവർക്കും എല്ലാം നന്ദി. അമെന്റ്മെന്റ് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. അമെന്റ്മെന്റ് പഠിക്കുമ്പോൾ ആ എക്സാമിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് മാത്രം പഠിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അബദ്ധമായി മാറും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.